بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبعد، فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه الماتع كتاب التوحيد، وقوله: قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സഹോദരന്മാരെ, മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഒന്നാമത്തെ അധ്യായത്തിൽ തലവാചകമായി തന്നെ ചേർത്തിരിക്കുന്നത് ഏതാനും ആയത്തുകളാണ്. അതിൽ ഒരു ആയത്ത് സൂറത്തുൽ അൻആമിൽ നിന്നുള്ള ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്നുള്ളതാണ്. കിതാബ് തൗഹീദിന്റെ ചില നുസ്ഖകളിൽ തുടർന്നുകൊണ്ടുള്ള രണ്ടായത്തുകൾ കൂടി, അഥവാ സൂറത്തുൽ അൻആമിലെ 151, 52, 53 ഈ ആയത്തുകൾ പൂർണ്ണമായിട്ടാണ് നൽകിയിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ച താഴെ വരുന്നതും ഈ 3 ആയത്തുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വചനങ്ങൾ അവക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ഖുൽ തആലൗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആജ്ഞാപിക്കുന്നു, പറഞ്ഞേക്കൂ പ്രവാചകരെ, തആലൗ ഐ ഹലുമ്മു വഅഖ്ബിലു, നിങ്ങൾ വരുവീൻ. തആല എന്നതിന്റെ ബഹുവചന രൂപമാണ് തആലൗ. അത് ഇസ്മു ഫിഅലാണ്.
അമ്രിന്റെ മഅനയിലാണ് അത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വരുക, നീ വരിക എന്നാണ് തആല എന്നതിന്റെ അർത്ഥം. അതിന്റെ ബഹുവചന രൂപമാണ് തആലൗ, നിങ്ങൾ വരുവീൻ. അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റ്, മുഹറമാത്തുകളിൽ ഒന്നാമത്തേത്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. അമ്പിയാക്കന്മാർ ദഅവത്ത് ചെയ്തിട്ടുള്ള ദീനിന് രണ്ട് അസ്ലാണുള്ളത്. ഒന്നാമത്തേത് അല്ലാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇബാദത്തുല്ലാഹി വഹ്ദ. രണ്ടാമത്തേത് അല്ലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നുള്ളതാണ്. അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അനന്തര ഫലം, ആ ശിർക്കോടുകൂടി ഒരാൾ മരണപ്പെട്ടു പോകുന്ന പക്ഷം ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പിന്നീട് അത് പുറത്തു കൊടുക്കില്ല. ഒരാൾ ശിർക്ക് ചെയ്തു, ശിർക്കിൽ മരണപ്പെടുകയും ചെയ്തു എങ്കിൽ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹു അത് പൊറുക്കില്ല. അതിന് താഴെയുള്ള പാപങ്ങൾ ഏതാണെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിന് താഴെയുള്ള പാപങ്ങൾ ഏതാണെങ്കിലും അല്ലാഹുവിന്റെ മശീഅത്തിലാണ് ആ കാര്യം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കും. മൻ ശാഅ അദ്ദബഹു വമൻ ശാഅ ഗഫറ ലഹു, ആർക്കാണോ അല്ലാഹു അത് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പുറത്തു കൊടുക്കും. ആരെയാണോ അല്ലാഹു പുറത്തു കൊടുക്കാതെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ ശിക്ഷിക്കും. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്നാൽ ശിർക്ക് അതൊരാൾ ചെയ്യുകയും സ്വീകാര്യയോഗ്യമായ തൗബ ചെയ്യാതെ അയാൾ ആ ശിർക്കിൽ മരണപ്പെടുകയും ചെയ്താൽ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. രണ്ടാമത്തേത്, മുഴുവൻ അമ്പിയാക്കന്മാർക്കും അല്ലാഹു നൽകിയിട്ടുള്ള താക്കീതാണ്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അമ്പിയാക്കന്മാർ ശിർക്ക് ചെയ്താൽ പോലും അവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ആ ശിർക്ക് മുഖേന നിഷ്ഫലമായി പോകും എന്നുള്ളത്. വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. മുഹമ്മദ് നബിയെ താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. وإلى الذين من قبلك, താങ്കൾക്ക് മുമ്പ് മാനവരാശിയിലേക്ക് നിയുക്തരായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും വഹി നൽകിയിരിക്കുന്നു. എന്താണ് അമ്പിയാക്കന്മാരിൽപ്പെട്ട ഓരോരുത്തർക്കും നൽകിയ വഹ്യ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ, അമ്പിയാക്കന്മാര് ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും നിങ്ങൾ പരാജിതരിൽ അകപ്പെടുകയും ചെയ്യും എന്നുള്ളത്. അപ്പോ അത് പൊറുക്കില്ല. നമ്മൾ ചെയ്തിട്ടുള്ള മറ്റെല്ലാ നല്ല കാര്യങ്ങളും അതോടുകൂടി നിഷ്ഫലമായി പോകും. മൂന്നാമത്തേത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ആ ശിർക്കിൽ മരണപ്പെട്ടു പോകുന്നത്, അയാൾക്ക് ആ തെറ്റ് അല്ലാഹു പൊറുക്കില്ല. മറ്റു നന്മകൾ കൂടി നിഷ്ഫലമായി പോകും. സ്വർഗം അയാൾക്ക് അല്ലാഹു നിഷിദ്ധമാക്കുകയും ചെയ്യും.
നാലാമത്തേത് വമഅവാഹുന്നാർ, അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കുക മാത്രമല്ല അയാളുടെ അഭയകേന്ദ്രം പിന്നീട് നരകമായിരിക്കും, നരകത്തിൽ അയാൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അഞ്ചാമത്തേത് ഖാലിദീന ഫീഹ അബദൻ, ആ നരകത്തിൽ ഖുലൂദുൻ അബദിയ്യ, ഒരിക്കലും രക്ഷപ്പെടാത്ത ശാശ്വതമായ ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും. നരകത്തിൽ ഖാലിദാണ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മഅനയുണ്ട്. ഒന്ന് ഖുലൂദുൻ അമദിയുൻ, മറ്റൊന്ന് ഖുലൂദുൻ അബദിയുൻ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് ഖുലൂദുൻ അമദി, ദീർഘമായ കാലയളവ് നരകത്തിൽ കഴിച്ചുകൂട്ടിയതിന് ശേഷം അയാളുടെ ശിക്ഷയുടെ കാലയളവ് കഴിയുമ്പോൾ നരകത്തിൽ നിന്ന് പിന്നീട് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് വരും. അതാണ് ഖുലൂദ് അമദി. എന്നാൽ ദീർഘകാലം കഴിച്ചുകൂട്ടിയിട്ട് പിന്നെ നരകത്തിൽ നിന്ന് കയറി വരാതെ അനന്തമായി അനശ്വരമായി നരകത്തിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വരുന്നതാണ് ഖുലൂദുൻ അബദിയുൻ, അബദിയായ ഖുലൂദ്. പിന്നെ അതിൽ നിന്ന് കയറാൻ പോകുന്നില്ല. ഇല്ലാ ത്വരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ അബദാ, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ദുൽമ ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നത് നരകത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത്, നരകത്തിലേക്കാണ് അവരുടെ വഴി ചേർക്കുന്നത്. അതിലവർ ശാശ്വതരായിരിക്കും. അതിലെ അവരുടെ ഖുലൂദ് എന്ന് പറഞ്ഞാൽ ഖാലിദീന ഫീഹ അബദൻ, അത് ഖുലൂദുൻ അബദി ആയിരിക്കും. ഇതാണ് മുഹറമാത്തുകളിൽ ഒന്നാമത്തേത്. അമ്പിയാക്കന്മാർ ദഅവത്ത് നടത്തിയ ദഅവത്തിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ രണ്ടാമത്തെ കാര്യം ഇതാണ്. ഈ തസ്ഫിയ, ദീനിന് തദയ്യുൻ ഹത്താ യകൂന ദീനു തദയ്യുനു ലില്ലാഹി സ്വാഫിയ, ഇതാണ് തസ്ഫിയത്തിന്റെ ജാനിബ്. വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമതായി പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം. ഇഹ്സാനൻ എന്നുള്ളത് മഫ്ഊലുൻ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖ ലിയകൂന തഅബീറു അബ്ലഗ്, അത് അത്രയും മുബാലഗയോടുകൂടി അത്രയും കർക്കശമായ ഭാഷയിൽ കണിശമായി പറയാനാണ് മഫ്ഊൽ മുത്ലഖ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ തഖ്ദീർ ചെയ്യണം വഅൻ തുഹ്സിനൂ ബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദർസിൽ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. വഹാദാ ലൈസ മൗദിഉ ബസ്തിൻ ഫിൽ മൗദൂഅ് വലാ തഖ്തുലു ഔലാദകും. മൂന്നാമതായിട്ട് പറയുന്നു വലാ തഖ്തുലു ഔലാദകും, കാര്യങ്ങൾ എണ്ണി വരണം. ഇതിൽ 10 വസിയ്യത്തുകളാണ് അല്ലാഹു നൽകുന്നത്. ഒന്നാമത്തേത് പറഞ്ഞു ലാ തുശ്രികൂ ബിഹി ശൈഅൻ, 1. രണ്ടാമത്തെ വസിയ്യത്ത് വബിൽ വാലിദൈനി ഇഹ്സാന. മൂന്നാമത്തേത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല ചെയ്യരുത്. വലദ് ഔലാദ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ്. യശ്മിലു ഫീഹിൽ ഇബ്ൻ വൽ ബിൻത്, വലദ് എന്നുള്ള തഅബീറിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ ഉൾപ്പെടുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ അപമാനഭാരത്താൽ കുഴിച്ചു മൂടുന്നവരുണ്ടായിരുന്നു. ആൺകുട്ടികളെ തന്നെയും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. ജാഹിലിയ്യത്ത് അതിന്റെ ചില സ്വഭാവങ്ങൾ പിൽക്കാലങ്ങളിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നും ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്ര വ്യാപകമല്ലെങ്കിൽ പോലും. ഇംലാഖ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഫഖർ വൽ ഫാഖ, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. എന്നിട്ട് പറഞ്ഞു നഹ്നു നർസുഖുകും വഇയ്യാഹും,
നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത്, വേണ്ട വിഭവങ്ങൾ നൽകുന്നത് നാമാണ്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്ത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ് അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, നബിയെ, ഏറ്റവും വലിയ പാപം, അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ പാപമായി പരിഗണിക്കുന്നത് ഏതാണ്? ഖാല അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം ചെയ്തു, അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കലാണ്. വഹുവ ഖലഖക്, അവനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നെ സൃഷ്ടിച്ചതിലോ ഉടമപ്പെടുത്തുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ പരിപാലിക്കുന്നതിലോ മറ്റാർക്കും ഒരു പങ്കുമേയില്ല. അത് അല്ലാഹു മാത്രമാണ്. അത് നീ അംഗീകരിക്കുന്നതുമാണ്. എന്നിരിക്കെ ആരാധന നൽകുന്ന കാര്യത്തിൽ അവന്റെ നെറ്റിനെ സമന്മാരെ നിങ്ങൾ നിശ്ചയിക്കുന്നു എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഖുൽതു സുമ്മ അയ്യുൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തെറ്റ് രണ്ടാമത്തേത് ഏതാണ്? ഖാല അൻ തഖ്തുൽ വലദക ഖശിയത അൻ യത്അമ മഅക്. നിന്റെ കുട്ടിയെ നീ കൊല ചെയ്യല, നിന്റെ കൂടെ അവൻ ഭക്ഷണം കഴിക്കും, നിനക്ക് ഭക്ഷണം തികയില്ല. ഇതുകൊണ്ടാണല്ലോ ദാരിദ്ര്യം ഭയന്ന് കൊല ചെയ്യുന്നത്. ദാരിദ്ര്യം ഭയന്ന് നിന്റെ കൂടെ ഇരുന്ന് നിന്റെ കൂടെ ഭക്ഷണത്തളികയിൽ നിന്ന് ഒപ്പം കഴിക്കും എന്നത് കാരണത്താൽ നീ നിന്റെ കുട്ടിയെ കൊല ചെയ്യുന്നുവെങ്കിൽ അതാണ് രണ്ടാമത്തേത്. ഖുൽതു സുമ്മ അയ്യുൻ, ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്തു, അൻ തുസാനിയ ഹലീലത ജാരിക്. നിന്റെ അയൽവാസിയുടെ പത്നിയുമായി നീ ശയിക്കലാണ്, വ്യഭിചരിക്കലാണ്. ثم تلا رسول الله صلى الله عليه وآله وصحبه وسلم والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. സൂറത്തുൽ ഫുർഖാനിലുള്ള ആയത്ത് ഇസ്തിഷ്ഹാദിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് കേൾപ്പിക്കുക കൂടി ചെയ്തു. അവര് ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന ഇബാദുകൾ, അവനോടൊപ്പം മറ്റാരെയും ദുആ ചെയ്യാത്തവരാണ്. ലാ ദുആ ഇബാദത്തിൻ വലാ ദുആ മസ്അലത്തിൻ, രണ്ടും പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ള ദുആയും അവർ നടത്തില്ല. ഇബാദത്തിന്റെ മറ്റേതെങ്കിലും രൂപങ്ങളിൽ ഭാവങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നൽകുകയും ചെയ്യില്ല. അതുപോലെ തന്നെ വലാ യഖ്തുലൂന നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഖത്ലുൻ നഫ്സ് നടത്തില്ല. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, ആരെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ ഇസ്മ് അയാൾ കണ്ടുമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു അവരെ നിങ്ങൾ കൊല ചെയ്യരുത്. പിന്നെ പറഞ്ഞു വലാ തഖറബുൽ ഫവാഹിഷ്, ഫാഹിഷത്തുകളെ നിങ്ങൾ സമീപിക്കരുത്. ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ലാ തഖറബു, നിങ്ങളത് ചെയ്യരുത് എന്നല്ല. വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് വ്യഭിചാരം ഫവാഹിഷുകളിൽ ഏറ്റവും വലിയ ഒരു ഫാഹിഷത്താണ്. അതുകൊണ്ട് വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ വലാ തഖറബുൽ ഫവാഹിഷ്, ഫാഹിഷത്തിനെ നിങ്ങൾ അടുത്തു പോകരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തു പോകരുത് എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഫാഹിഷത്തിന്റെ അടുക്കൽ പോകരുത്. വലാ തഖറബുസ് സിനാ, സിനയെ നിങ്ങൾ സമീപിക്കരുത്. വലാ തഖറബു മാലൽ യതീം, മാലുൽ യതീമിനെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അതുപോലെ ശിർക്കിന്റെ കാര്യം പറയുമ്പോഴും മറ്റൊരു തഅബീറിൽ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെ ഒരു ഭാഗത്തും ശിർക്ക് ഞങ്ങളില്ലാത്ത മറ്റൊരു ഭാഗത്തും ശിർക്കിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് പറയുന്നത്.
അത് തിന്മകളോടുള്ള തഗ്ലീൽ, അത്രയും കർക്കശമായ ആ വിരോധമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് സദ്ദുൽ ദറാഇ, അതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ തഖറബുൽ ഫവാഹിഷ് മാ വഹറ മിൻഹാ വമാ ബത്തൻ. മാ വഹറ മിൻഹ, ഫാഹിഷത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ലാഹിറായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ളവയും വമാ ബത്തൻ, എന്നാൽ പരോക്ഷമായിട്ടുള്ളവയും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഹഖ്ഖിഖുകളായിട്ടുള്ള മുഫസ്സിറുകൾ മാ വഹറ മിൻഹ വമാ ബത്തൻ എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചതിന്റെ ആകത്തുക ഇങ്ങനെയാണ്: ഫാഹിഷത്തുകളിൽ ചില ഫാഹിഷത്ത് ഏതൊരുത്തന്റെ മനസ്സിലും, എത്ര ദീന് ഇല്ലാതെ നടക്കുന്ന, ദീന് ഒട്ടും മനസ്സിലില്ലാതെ നടക്കുന്നവന്റെ ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും അത് നീചവൃത്തിയാണ്, വൃത്തികെട്ടതാണ് എന്ന് തോന്നുന്നത്, അതാണ് ലാഹിർ. ഐ ലഹറ ഫുഹ്ശുഹു ഫീ ജമീഇൻ നുഫൂസ്, മുഴുവൻ മനുഷ്യരുടെയും മനസ്സുകളിൽ അത് ഫാഹിഷത്താണെന്ന് പ്രകടമായിരിക്കുന്നു. വമാ ബത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തോന്നിക്കൊള്ളണമെന്നില്ല. നന്മയുടെയും തിന്മയുടെയും അതിരുകൾ ജീവിതത്തിൽ അയാൾ ചെയ്തു പോയിട്ടുള്ള കളങ്കങ്ങളുടെ പേരിൽ കുറെ മാഞ്ഞിട്ടുള്ള ആളുകൾക്ക് ചിലതൊന്നും തെറ്റാന്ന് തോന്നൂന്ന. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ, മഅറൂഫിനെ മഅറൂഫായും മുൻകറിനെ മുൻകറായിട്ടും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില അവസ്ഥ വരും. അങ്ങനത്തെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഫവാഹിഷുകൾ ബോധ്യപ്പെട്ടോണമെന്നില്ല, അതാണ് ബാത്തിനായത്. അതേപോലെ തന്നെ ഫാഹിഷത്തുകളിൽ വാഹിറായത് എന്ന് പറഞ്ഞാൽ പരസ്യമായി നിങ്ങൾ ചെയ്യുന്നത്, ബാത്തിനായത് എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ചെയ്യുന്നില്ല, സ്വകാര്യമായി ചെയ്യുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫാഹിഷത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ഗുരുതരമായത്, അത്രയും ഗുരുതരമല്ലാത്തത്. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് മുഫസ്സിറുകൾ ഒക്കെ അവസാനം അതിന്റെ ഗൗരവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. വലുതും ഏതൊരാൾക്കും തോന്നുന്നതും ഒരാൾ പരസ്യമായി ചെയ്യുന്നതും. പരസ്യമായി ചെയ്യുന്നത് വളരെ ഗുരുതരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഉമ്മത്തി മുആഫ, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അഫ്വിനും ആഫിയത്ത് ലഭിക്കാനും പ്രതീക്ഷ ഉള്ളവരാണ്, അത് കിട്ടാവുന്നവരാണ്. എന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗം ഇല്ലൽ മുജാഹിറൂൻ, പരസ്യമായി ചെയ്യുന്നവർ, യാതൊരു നാണവുമില്ലാതെ ലജ്ജയുമില്ലാതെ പരസ്യമായി ഫാഹിഷത്ത് ചെയ്യുന്ന ആളുകൾ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു മനസ്സിലും നല്ലവനും നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും ഒരുപോലെ ഫാഹിഷത്താന്ന് തോന്നുന്നത്, വലിയ ഗുരുതരമായ ഫാഹിഷത്തുകൾ, പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ലാഹിറായ ഫാഹിഷത്ത്. ബാത്തിനായ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ചിലർക്കത് ഫാഹിഷത്താന്ന് തോന്നിക്കൊള്ളണമെന്നില്ല. അത് ഫിത്രത്ത്, അവന്റെ ഫിത്രത്ത് തകടം പറഞ്ഞതുകൊണ്ടാണ്. ശരിക്കും ഫാഹിഷത്ത് തന്നെയാണ്. രണ്ടാമത്, അത് ആദ്യം പറഞ്ഞ ഇനത്തിൽ അത്രയും ഗുരുതരായിക്കൊള്ളുന്നില്ല, അതിന്റെ താഴെയുള്ളതാണ്. പലപ്പോഴും ആളുകൾ അത് പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായി ചെയ്യാത്ത പരോക്ഷമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാണ് ബാത്തിനത്ത്. ഏതാണെങ്കിലും ഫവാഹിഷുകൾ മുഴുക്കെ അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. മാ വഹറ മിൻഹാ വമാ ബത്തൻ വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു മനുഷ്യാത്മാവിനെ നിങ്ങൾ ഹനിച്ചു കളയരുത്, കൊന്നു കളയരുത്. ഇല്ലാ ബിൽ ഹഖ്, ഒരു മനുഷ്യാത്മാവിനെ കൊല ചെയ്യുക എങ്കിൽ, ഹനിച്ചു കളയണമെങ്കിൽ അതിന് ഹഖ് വേണം, ന്യായമായ അവകാശം, ന്യായമായ കാരണം വേണം. ആ കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നു. ലാ യഹല്ലു ദമിംരിഇൻ മുസ്ലിം യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാൾ സത്യസാക്ഷ്യം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്, അല്ലാഹു അല്ലാതെ ന്യായമായി ആരാധിക്കാൻ മറ്റാരുമേ ഇല്ല എന്നും ഞാൻ അല്ലാഹു നിയോഗിച്ചിട്ടുള്ള റസൂലാണെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു മുസ്ലിമിന്റെ രക്തം ചിന്തുക പാടില്ല. ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ, താഴെ പറയുന്ന മൂന്നിൽ ഒരു കാരണം കൊണ്ടല്ലാതെ.
ഏതാണത്? അസ്സയ്യിബുസ്സാനി, ഒന്ന് വിവാഹിതനായ വ്യഭിചാരി. വിവാഹിതനായ വ്യഭിചാരി, അവിവാഹിതനാണെങ്കിൽ അയാളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വ്യഭിചാരം ഗുരുതരമായ തെറ്റാണെങ്കിലും ഇസ്ഹാഖുൻ നഫ്സ്, അയാളെ ഹനിക്കുക എന്നുള്ളത്, അയാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് അതിനുള്ള ശിക്ഷയായി പറയപ്പെട്ടിട്ടില്ല, 100 അടിയാണ് പറയപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തേത് വൻ നഫ്സു ബിൻ നഫ്സ്, ഘാതകൻ ഒരു മനുഷ്യാത്മാവിനെ കൊല ചെയ്താൽ ആ ഘാതകനും അതുപോലെ തന്നെ കൊല അർഹിക്കുന്നവനാണ്. കൊലക്കു കൊല, പ്രതിക്രിയാ നടപടി. മൂന്നാമത്തേത് വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, ദീൻ പരിത്യജിക്കുകയും എന്നിട്ട് മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ അതിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും ചെയ്തു. ദീൻ ഉപേക്ഷിക്കുക മാത്രമല്ല, മുസ്ലിങ്ങളുടെ ജമാഅ, ആ ജമാഅത്തിന് തുരങ്കം വെക്കുന്ന, അവരെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ജമാഅത്തിൽ നിന്ന് മാറി ശത്രുക്കളുടെ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ. ഈ 3 കാരണം ഇതുകൊണ്ട് മാത്രമേ ഒരാളെ കൊലപ്പെടുത്തുവാനുള്ള ഹഖ് അള്ളാഹു നൽകുന്നുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യാത്മാവിനെ കൊലപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ എത്രണ്ണായി ഇതിൽ? 5 എണ്ണമായി എന്ന് തോന്നുന്നു. 1 ലാ തുശ്രികൂ ബിഹി ശൈഅ, 2 വബിൽ വാലിദൈനി ഇഹ്സാന, 3 ലാ തഖ്തുലു ഔലാദകും, 4 ലാ തഖറബു അൽ ഫവാഹിഷ്, 5 വലാ തഖ്തുലു നഫ്സ അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. 5 വസിയത്ത് ഒന്നാമത്തെ ആയത്തിൽ തന്നെ പെട്ടു. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ഇത് നിങ്ങൾക്ക് അല്ലാഹു വസിയത്ത് നൽകുന്ന കാര്യമാണ്. ലഅല്ലകും തഅഖിലൂൻ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി, ആ കാര്യം ഗ്രഹിക്കണം. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടികൂടി അവിടെ തടഞ്ഞു വെക്കുന്നതിനാണ് ഗ്രഹിക്കുക എന്ന് പറയാം. ഒരു വസ്തുവിനെ പിടിച്ചു കൂട്ടിവെക്കുന്നതിനാണ്, പോകാൻ അനുവദിക്കാതെ പിടിച്ചു കൂട്ടിവെക്കുന്നതാണ് ഗ്രഹിക്കൽ. അതാണ് അറബിയിലെയും അഖല്. അഖല ബന്ധിച്ചു എന്നാണ്. ബുദ്ധിയിൽ അത് നിങ്ങൾ തടഞ്ഞു വെക്കി. വസിയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹദാണ്, ഉടമ്പടി നൽകുന്നതാണ്. ചെറിയ കാര്യത്തിൽ നൽകുന്ന ഉടമ്പടിക്ക് അഹദ് എന്നും, ആ നൽകുന്ന ഉടമ്പടിയുടെ വിഷയം വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെങ്കിൽ അതിന് വസിയ്യത്ത് എന്നും പറയും. ഇതാണ് വ്യത്യാസം. അൽ വസിയ്യ എന്ന് പറഞ്ഞാൽ ഹുവൽ അഹദ് ഫി അംരിൻ മുഹിമ്മിൻ ജിദ്ദൻ, വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തിൽ നൽകുന്ന ഉടമ്പടിക്കാണ് വസിയ്യത്ത് എന്ന് പറയുന്നത്. ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ്, ഉടമ്പടിയാണ്, വളരെ ഗൗരവമേറിയ ഉടമ്പടി. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ഈ കാര്യം മനസ്സിൽ നിന്ന് വിടാതെ നിങ്ങൾ അവിടെ പിടിച്ചു വെക്കുമല്ലോ, നിങ്ങളത് ഗ്രഹിക്കുമല്ലോ, അതിനു വേണ്ടി. ഇനി അടുത്ത ആയത്തിലേക്ക് 152-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിച്ചു. വലാ തഖറബൂ മാലൽ യതീം, യതീമിന്റെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യതീമിന്റെ സ്വത്ത് ഒരാൾ സ്വന്തമാക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റാണ് എന്നതിന്റെ കാർക്കശ്യം സൂചിപ്പിക്കാനാണ് ലാ തഖറബു പ്രയോഗിച്ചത്. 2, അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അത് അവസാനിപ്പിക്കുകയും ചെയ്യണം, തിന്മയുടെ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല മാർഗത്തിലല്ലാതെ. യതീമിന്റെ സ്വത്തിനെ നിങ്ങൾക്ക് സമീപിക്കാം നല്ല രൂപത്തിൽ. എന്താണ് ആ നല്ല രൂപം? 1, ആ സ്വത്തിൽ നിന്ന് യതീമിന്റെ നന്മയ്ക്ക് വേണ്ടി മിതമായ രൂപത്തിൽ ചിലവഴിക്കുക. അത് യതീമിന് വേണ്ടി നല്ല നിലക്കത് ചിലവഴിച്ച് സ്വത്ത് കൈകാര്യം ചെയ്തു കൊടുക്കുക. രണ്ടാമത്തേത്, യതീമിന്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ സ്വത്തിനെ നമുക്ക് സമീപിക്കാം. അത് യതീമിന്റെ പ്രായപൂർത്തി തികഞ്ഞ് അവന്റെ കാര്യം അവൻ നോക്കുന്നത് വരേക്കും അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ആ സ്വത്തിനെ സമീപിക്കാം. മൂന്നാമത്തേത്, ആ സ്വത്ത് അങ്ങനെ നിൽക്കുന്നതിന് പകരം അത് വികസനത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ശ്രമിക്കാം. ഈ 3 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ യതീമിന്റെ സ്വത്തിന്റെ അടുക്കൽ ചെന്നാൽ അത് ബില്ലതീ ഹിയ അഹ്സൻ, നല്ലതിന് വേണ്ടി നല്ല മാർഗത്തിലുള്ള സമീപനമാണ്.
അല്ലാതെ അത് ചോദിക്കാനും പറയാനും ആരുമില്ല, അല്ലെങ്കിൽ അവന്റെ സംരക്ഷകരായിട്ട് നിന്നിട്ട് വല്ല അടിയിലൂടെ വലിക്കാം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബില്ലത്തിഹി അഹ്സനല്ല. അങ്ങനത്തെ വല്ല തോന്നലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകരുത്. വലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലത്തിഹി അഹ്സൻ എന്ന് മാത്രമല്ല, അങ്ങനെ യതീമിന് പ്രായപൂർത്തി തികഞ്ഞാൽ, വയസ്സുകൊണ്ടാണ് നോക്കുന്നത്, മറ്റു ലക്ഷണങ്ങളില്ലെങ്കിൽ 15 തികയണം. അല്ല, 15 വയസ്സിന്റെ മുമ്പ് പ്രായപൂർത്തിയുടെ മറ്റു ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ മതി. ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗു നിക്കാഹ് ഫഇൻ ആനസ്തും മിൻഹും റുശ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. നിങ്ങൾ ആ കുട്ടിയെ, യതീം കുട്ടിയെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അവൻ ശാരീരികമായ വളർച്ച പോലെ തന്നെ മാനസികമായിട്ടുള്ള പക്വതയും കൈവരിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കണം. ഫഇൻ ആനസ്തും മിൻഹും റുശ്ദൻ, നിങ്ങളുടെ പരീക്ഷണത്തിൽ അവന് നല്ല തന്റേടം കൈവന്നിരിക്കുന്നു, അവന് പക്വത കൈവന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, ഉടനെ തന്നെ അവരുടെ സ്വത്ത് അവർക്ക് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. പിന്നെ അതിന്റെ രക്ഷകനായി ചമയണ്ട, അവന്റെ കാര്യം അവൻ നോക്കാനായിട്ടുണ്ട്. പക്ഷെ ആ സ്വത്ത് അവന് തിരിച്ചേൽപ്പിക്കുമ്പോൾ അതിന് നിങ്ങൾ സാക്ഷികളെ നിലനിർത്തുകയും ചെയ്യണം. സ്വത്താണ്, പിന്നീട് ആ കുട്ടിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റു കക്ഷികളോ അല്ലെങ്കിൽ അതിലൊന്നും താല്പര്യമില്ലാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ കുറെ ആളുകൾ ഉണ്ടാകും. എപ്പോഴും ഏതൊരു വിഷയം വന്നാലും അതിന് വേറെ പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരക്കാരുടെ കടന്നുകയറ്റത്തിനോ ചാൻസ് ഇല്ലാതെ സാക്ഷികളെ വെച്ച് നിങ്ങൾ ആ സ്വത്ത് കൈമാറണം. ഇതാണ് സൂറത്തുൻ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഉപദേശം. ഹത്താ യബ്ലുഗ അശുദ്ദഹ്, കുട്ടിക്ക് അവന്റെ അശുദ്ധ്, അവന്റെ പ്രായപൂർത്തി, അവന്റെ പക്വതയിൽ അവൻ എത്തുന്നതുവരെ നല്ലതിനു വേണ്ടിയല്ലാതെ അവന്റെ സ്വത്തിനെ സമീപിക്കരുത്. നല്ലതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ആ സ്വത്തിൽ നിന്ന് അവന്റെ നന്മക്ക് വേണ്ടി ചിലവഴിക്കുക മിതമായ രൂപത്തിൽ. ആ സ്വത്ത് അവന് പ്രായപൂർത്തിയാകുന്നത് വരെ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി സമീപിക്കുക. 3, ആ സ്വത്ത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സമീപിക്കുക. ഇതല്ലാത്ത മറ്റൊരു കാര്യത്തിനു വേണ്ടിയും ആ സ്വത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകരുത്. ഇത് 6ാമത്തേതായി, അല്ലെങ്കിൽ 2ാമത്തെ ആയത്തിൽ 1ാമത്തേതായി. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ കൈൽ അളവും വൽ മീസാൻ തൂക്കവും പൂർത്തീകരിച്ച് നൽകണം. ഔഫാ യൂഫി, പൂർണ്ണമായി നൽകുക. കൈൽ അളവ്, മീസാൻ തൂക്കം. ക്രയവിക്രയം നടത്തുമ്പോ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന 2 മാർഗങ്ങളാണ് അൽ കൈലു വൽ മീസാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കെയിലിന്റെ ആളുകൾ മദീനക്കാരും മീസാനിന്റെ ആളുകൾ മക്കക്കാരുമായിരുന്നു. എന്നുവെച്ചാൽ രണ്ടോടത്തും രണ്ടും ഇല്ല എന്നല്ല പറയുന്നത്. കെയില് ഏറ്റവും തെറ്റില്ലാതെ ശരിയായ അളവും അളവിന്റെ മാനദണ്ഡങ്ങളും പുലർത്തിപ്പോന്നിരുന്നത്, അളവിന്റെ മാനദണ്ഡം, അളന്നു കൊടുക്കുന്ന മാനദണ്ഡം പുലർത്തിപ്പോന്നിരുന്നത് മദീനക്കാരും. എന്നാൽ തൂക്കം മക്കക്കാരുമാണ്. മക്കക്കാര് കച്ചവടക്കാരും മദീനക്കാര് കർഷകരുമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഒരുപാട് തെറ്റിച്ചാണ് നടന്നിരുന്നത്. സമയം അത് തെറ്റിച്ചാണ് അവർ കണക്കുകൂട്ടിയിരുന്നത്. അളവിന്റെ പാത്രങ്ങൾ തെറ്റിച്ചാണ് ഉപയോഗിച്ചിരുന്നത്. തൂക്കത്തിന്റെ മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് അവർ നടത്തിയിരുന്നത്. നന്മതിന്മകളുടെ മാനദണ്ഡം തെറ്റിച്ചാണ് അവർ നടത്തിയിരുന്നത്. എല്ലാം അതിന്റെ നിസ്വാബിലേക്ക്, അതിന്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായി വന്നിട്ടുള്ളത്. അവിടുന്ന് അളവ് കോല് കൃത്യമാക്കി. അതുകൊണ്ട് മദീനക്കാരുടെ അളവാണ് ശരിയായ അളവ് എന്നും, അങ്ങനെ സ്വാഅ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് ഒരു അളവ് പാത്രം സ്വീകരിക്കുകയും ആ അളവ് പാത്രം പിൽക്കാലത്ത് ഉപയോഗിച്ചു പോരുകയും നാടുകളിലൊക്കെ അതിന്റെ അളവ് പാത്രം കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. ആ അളവ് പാത്രത്തിന്, റസൂലുള്ളാഹി എന്ന അളവ് പാത്രത്തിന് പ്രത്യേകമായ ആ അളവിന്, അതിൽ നിന്ന് കൂട്ടിയോ കുറച്ചോ അളന്നാലല്ല, ആ കൃത്യമായ അളവ് പാലിക്കുകയാണെങ്കിൽ അതിൽ ബർക്കത്ത് ചൊരിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇന എന്നുള്ള ദുആ അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഏതാണെങ്കിലും അളക്കുകയും തൂക്കുകയും ചെയ്യുകയാണെങ്കിൽ ബിൽ ഖിസ്ത്, നീതിയോട് കൂടി അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അതിലെന്തെങ്കിലും അന്യായം നിങ്ങൾ വരുത്തരുത്, പൂർത്തീകരിച്ചു കൊടുക്കണം. അന്യായം കാണിക്കാൻ പാടില്ല. ഖിസ്ത് എന്ന് പറഞ്ഞാൽ ന്യായം.
ന്യായപ്രകാരം അളവും തൂക്കവും പൂർത്തീകരിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ അർത്ഥം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ന്യായപ്രകാരമുള്ള അളവും തൂക്കവും പൂർത്തീകരിച്ചു കൊടുത്താൽ പിന്നെ ഉണ്ടാകാവുന്ന മൈക്രോ ലെവലിലുള്ള എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് വിട്ടു തന്നതാണ്. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യാത്മാവിനെയും അതിന്റെ കഴിവിനപ്പുറമുള്ളതിൽ നാം നിർബന്ധിക്കുകയില്ല, അവരുടെ മേൽ അത്തരം കാര്യം നാം ചുമത്തുകയില്ല. അത് തഖ്ഫീഫും മിനല്ലാഹ് റഹ്മത്തും മിനല്ലാഹി അലാ ഇബാദി. അപ്പോ രണ്ടെണ്ണമായി. ലാ തഖറബു മാലൽ യതീം ഒന്ന്, രണ്ടാമത്തേത് ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. എന്നിട്ട് പറഞ്ഞു വൈദാ ഖുൽതും ഫഅദിലു. അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഖിസ്ത്, ന്യായപ്രകാരം ചെയ്തു കൊടുക്കണം. എന്നാൽ വാക്കിലാണെങ്കിൽ ഇഅ്ദിലു, നിങ്ങൾ അദ്ലു വേണം. അൽ അദ്ലു, അദ്ലു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വദ്ഉ ശൈഇ ഫീ മൗദിഇഹി അല്ലായിഖി ബിഹി. ഏതൊരു കാര്യവും അതിന്റെ സമുചിതമായ സ്ഥാനത്ത് വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ അദ്ലു. അങ്ങനെ ഏതൊന്നും അതിന്റെ യഥാസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മുസ്തഖീമായിരിക്കും. അതുകൊണ്ട് അദലിന്റെ അർത്ഥത്തിൽ ഇസ്തിഖാമത്ത് എന്നും കൊടുക്കും. അദലിന്റെ അർത്ഥത്തിൽ ഇസ്തിഖാമത്ത് എന്ന് കൊടുക്കും. കണ്ണ് ഒരു മനുഷ്യനുണ്ടാകേണ്ടത് മുഖത്താണ്. മുഖത്തന്നെയാണ് ഒരാൾക്ക് കണ്ണ് എങ്കിൽ അയാളുടെ ആ സൃഷ്ടിപ്പ് മുസ്തഖീമാണ്, ശരിയായ സൃഷ്ടിപ്പാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. മറിച്ച് ഒരാൾക്ക് ഒരു വിരലും കൂടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈകൃതങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെന്തായി? അതിലല്ല, അതിന്റെ പ്രപ്പോർഷൻ ശരിയല്ല. അപ്പൊ നമ്മൾ അതിന് വൈകല്യം എന്നാണ് നമ്മൾ തന്നെ ഇതിന് പറയാ. അത് വികലാംഗനാണ്, വൈകല്യമാണ് എന്ന് പറയും. വൈകല്യമുണ്ട്. അതുപോലെ തന്നെ വാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സത്യം തന്നെ ആയിരിക്കും, പക്ഷെ അസ്ഥാനത്ത് കൊണ്ടുപോയി തിരികെ കയറ്റിയാൽ അത് അതിലാവില്ല. സത്യാകണം, അതിന്റെ യഥാസ്ഥാനത്താകണം, അതിന്റെ ശരിയായ രൂപത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ ഉചിതമായ സ്ഥലത്ത് നിങ്ങൾ വാക്കുവെക്കണം. അതിലോടുകൂടി ശരിയായ ന്യായമനുസരിച്ച് ശരിയായ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ വലൗ കാന ദാ ഖുർബ, ആർക്ക് വേണ്ടിയാണെങ്കിലും, എത്ര അടുത്ത ബന്ധുവിന് വേണ്ടിയായിരുന്നാൽ പോലും നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ അടുത്ത ബന്ധുവിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ പോലും ന്യായമായതല്ലാതെ അവസരം തെറ്റിച്ചുകൊണ്ട് സംസാരിക്കരുത്. അവൻ അനുകൂലാകാൻ വേണ്ടി, എനിക്കനുകൂലാകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പ്രതികൂലാകാൻ വേണ്ടി, അല്ലെങ്കിൽ എന്റെ ബന്ധുവിന് അനുകൂലമാകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പ്രതികൂലമാകാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കെതിരാകാൻ, അല്ലെങ്കിൽ എന്റെ ബന്ധുവിനെതിരാകാൻ, മറ്റുള്ളവർക്ക് അനുകൂലമാകാൻ ഒന്നുമില്ല. മുഖം അതിൽ നോക്കാതെ ന്യായം തന്നെ പറഞ്ഞോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ ഖിസ്ത്, ന്യായം നടപ്പിലാക്കുന്നവരായി ഈ ഭൂലോകത്ത് നിലകൊള്ളേണ്ടതുണ്ട്. അതിന് നിങ്ങളെ ഉള്ളൂ, മുസ്ലിങ്ങളെ ഉള്ളൂ. മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ സുന്നത്തിന്റെ ആളുകളെ ഉള്ളൂ. ഈ ലോകത്തുള്ള മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും നിങ്ങൾ എടുത്തോളൂ. അവരാരും ന്യായത്തിന്റെ കൂടെയല്ല, ഒക്കെ താല്പര്യത്തിന്റെ കൂടെയാണ്. നിങ്ങളും താല്പര്യത്തിന്റെ കൂടെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ നീതി നിലനിൽക്കും? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദുകൾ, മുഅ്മിനുകളായ ആളുകൾ, മുവഹ്ഹിദുകളായ ആളുകൾ, മുഖ്ലിസുകളായ ആളുകൾ, സുന്നത്ത് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അവർ ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതി നടപ്പിലാക്കുന്നവരാകണം. ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷികളായി ഭൂലോകത്ത് വർത്തിക്കണം. വലൗ അലാ അൻഫുസിക്കും, അത് അത്തരമൊരു സ്റ്റാൻഡ് നിങ്ങൾക്ക് തന്നെ എതിരാണെങ്കിൽ പോലും അതിൽ സത്യത്തിന്റെ, ന്യായത്തിന്റെ, നീതിയുടെ, നിഷ്പക്ഷതയുടെ കൂടെ നിന്നാൽ എനിക്കെതിരാണെങ്കിൽ പോലും. അവനാന്റെ കാര്യം വരുമ്പോ ഓരോരുത്തരും ചരിച്ചു വെക്കുന്നത് എന്തൊരു അത്ഭുതമാണ് റബ്ബേ. അവിടെ ഒരു ദീനുണ്ടാവില്ല, മറ്റുള്ളവരുടെ കുറ്റം മാത്രം കാണും, അവനാന്റെ കുറ്റം കാണേ ചെയ്യൂല. അപ്പൊ പൂർണ്ണ അന്ധനായി എന്നിട്ട് അങ്ങോട്ട് സംസാരിക്കും. ഇല്ല, വാക്ക് അങ്ങനെയല്ല, അങ്ങനെ വാക്ക് പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞാൽ വൈദാ ഖുൽതും ഫഅദിലു, അത് അദിലായിരിക്കണം.
ഇനി അത് നിങ്ങൾക്കെതിരാണെങ്കിലും അവിൽ വാലിദൈൻ വൽ അഖറബീൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ എതിരാണെങ്കിലും, അപ്പൊ അവരൊരു പാവാണ് അല്ലെങ്കിൽ അവരൊരു ഇതാണ് ഇങ്ങനെ എന്തെങ്കിലും, ഇയ്യകുൻ ഗനിയ്യൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ, ന്യായത്തിന്റെ തുലാസിന്റെ തട്ട് മറ്റു പരിഗണന കൊണ്ട്, കുടുംബ ബന്ധം കൊണ്ട്, അടുപ്പം കൊണ്ട്, വേറുള്ള കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഉള്ളവനാണ് അല്ലെങ്കിൽ ഇല്ലാത്തവനാണ്, ഇതുകൊണ്ടൊന്നും ന്യായത്തിന്റെ തുലാസിന്റെ തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പാടില്ല. അവര് ഫഖീറോ അല്ലെങ്കിൽ അവര് സമ്പന്നരോ ആകട്ടെ, അവരുടെ കാര്യം നോക്കാൻ ഏറ്റവും തരപ്പെട്ടവൻ അള്ളയാണ്. അവരെന്താക്കണം, എങ്ങനെയാക്കണം, ഇനി എങ്ങനെ കൊണ്ടുപോകണം, അത് അള്ളാഹ് തീരുമാനിച്ചോളും. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നീതി പറയാൻ, ന്യായമായത് പറയാൻ പറ്റാത്ത വിധം ഹവ നിങ്ങളെ കൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും ചായാനിടവരരുത്. വൈൻ തൽവു ഔ തുഅരിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, ഇതിൽ നിന്ന് നിങ്ങൾ തെറ്റുകയോ വ്യതിചലിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ പരാമുഖത്വം കാണിച്ച് പിന്മാറുകയോ ചെയ്താൽ നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവരാണ് എന്ന കാര്യം നിങ്ങൾ അറിയണം. സൂറത്തുൽ മാഇദയിൽ, ഇത് സൂറത്തുൽ നിസായിലുള്ള ആയത്താണ്. മാഇദയിൽ അല്ലാഹു പറഞ്ഞു, ലാ യജ്രിമന്നകും ശനആനു ഖൗം അലാ അല്ലാ തഅദിലു വഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, ഒരു വിഭാഗത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിരോധങ്ങൾ, വിദ്വേഷങ്ങൾ നിങ്ങളെ ഒരിക്കലും പ്രേരിപ്പിക്കരുത്. അല്ലാ തഅദിലു, അതില് ചെയ്യാതിരിക്കാൻ, അതില് ചെയ്തിരിക്കണം. നിങ്ങൾ ഖിസ്തിന്റെയും അദിലിന്റെയും ആളുകളാണ്. അത് നിങ്ങളെ ചെയ്യൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റും? മസാലിഹുകൾ, നിങ്ങളുടെ താല്പര്യങ്ങളല്ല വലുത്, നിങ്ങളുടെ ബന്ധങ്ങളല്ല വലുത്, അല്ലെങ്കിൽ കക്ഷികളിൽപ്പെട്ട ആളുകൾ അവരുടെ വലുപ്പ ചെറുപ്പമല്ല പ്രശ്നം. വിഷയം അതിന്റെ കൃത്യതയിൽ, അതിന്റെ കണിശതയിൽ, അതിന്റെ ശരാശരിയിൽ കാര്യങ്ങൾ നിലനിർത്തുക തന്നെ വേണം. നിങ്ങൾ അതിന് കാണിക്കണം. അതാണ് തഖ്വയോട്, നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കുന്ന മുത്തഖീങ്ങളാണല്ലോ, നിങ്ങളുടെ തഖ്വയോട്, നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തോട് ഏറ്റവും പൊരുത്തപ്പെട്ടു പോകുന്നത് അതിന് മാത്രമാണ്. അതിനാൽ അനീതിയിലേക്ക് നിങ്ങളെ അത് പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വൈദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ വബിഅഹ്ദില്ലാഹി ഔഫു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയില്ലേ, ആ ഉടമ്പടി നിങ്ങൾ പൂർത്തീകരിക്കുവീൻ. അഹ്ദുല്ലാഹ്, അല്ലാഹു നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടി, ഒന്ന് അർവാഹുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു ഉടമ്പടി നൽകിയിട്ടുണ്ട്. എന്താണ്? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലൂ ബലാ, ആ ഉടമ്പടിക്ക് നമ്മൾ ഉത്തരം ചെയ്തു. ഷഹിദ്നാ, അതെ അല്ലാഹുവേ നീ മാത്രമാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കന്മാരെയും നിയോഗിച്ചത്, ഗ്രന്ഥങ്ങളൊക്കെ ഈ ഭൂലോകത്തേക്ക് ഇറക്കിയത്, മുഅ്ജിസത്തുകൾ അവതരിപ്പിച്ചത് ഈ അഹദ് പുതുക്കാൻ വേണ്ടിയാണ്. അഥവാ അല്ലാഹനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. അതുപോലെ തന്നെ ആ ഇബാദത്തുള്ളക്ക് ശേഷം പിന്നീട് വരുന്ന താഴ്ത്തുകൾ ഓരോന്നും നിങ്ങൾ പാലിച്ചിരിക്കണം. അല്ലാഹു അല്ലാത്ത മറ്റാരെയും നിങ്ങൾ പങ്കുചേർക്കരുത്, അവനിൽ ഇബാദത്തിൽ പങ്കുചേർക്കരുത്. അതിനുശേഷം അതിന്റെ താഴെ വരുന്ന മആസികൾ, ഫിസ്ഖുകൾ, അത് മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം. ഇതാണ് അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അഹദ് നിങ്ങൾ പൂർത്തീകരിക്കണം. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. നോക്കൂ നിങ്ങൾ, ഇത് അല്ലാഹു നിങ്ങൾക്ക് വസിയ്യത്ത് നൽകുന്നു. ഈ ഉടമ്പടികൾ വളരെ ഗുരുതരമാണ്, വളരെ ഗൗരവമേറിയതാണ്. അതുകൊണ്ട് വസിയ്യത്തായി നിങ്ങൾക്ക് നൽകുന്നു. ലഅല്ലകും തദക്കറൂൻ, ആദ്യം തഅഖലൂൻ, ഒരാൾ ആ കാര്യം ബുദ്ധിയിൽ തടഞ്ഞു വെച്ച് സ്വീകരിച്ചാൽ, ബുദ്ധിയിൽ വെച്ചാൽ തദക്കറൂൻ, അതെപ്പോഴും അവൻ ഓർക്കും. ആദ്യം ബുദ്ധിയിൽ അതിനെ തടഞ്ഞു വെക്കണം. പിന്നെ ബുദ്ധിയിൽ ഈ കാര്യം, ഈ ഇൽമ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ കയറ്റിക്കഴിഞ്ഞാൽ തദക്കറു, ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കും. അയ്യോ, അത് ആ കാര്യം ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ, ഇത് തെറ്റാണല്ലോ എന്നുള്ളിടത്തേക്കെത്തും. അപ്പൊ ഇതിൽ 4 എണ്ണം വന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വലാ തഖറബൂ മാലൽ യതീം. 2 ഔഫുൽ കൈല വൽ മീസാൻ. 3 വൈദാ ഖുൽതും ഫഅദിലു. 4 വബിഅഹ്ദില്ലാഹി ഔഫു. അപ്പൊ 5 4 9 വസിയത്തായി. 9 വസിയത്ത്. ആദ്യത്തേതിൽ 5 വസിയത്ത്, രണ്ടാമത്തെ 152-ാമത്തെ ആയത്തിൽ 4 വസിയത്ത്, ഇനി 153-ാമത്തെ ആയത്തിൽ ഒരൊറ്റ വസിയത്ത്.
അത് അസ്ലുൽ ഉസൂൽ. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون وأن هذا صراطي مستقيما. ഇതാണ് എന്റെ സിറാത്ത്. ആ സിറാത്ത് മുസ്തഖീമ, സിറാത്തിന്റെ ഹാലാണ്. സിറാത്ത് എന്നുള്ള പദത്തിന് അതിന്റെ അഡ്വർബായിട്ടാണ് മുസ്തഖീമ എന്നുള്ള പദം വന്നിട്ടുള്ളത്. വഅന്ന ഹാദാ, നിശ്ചയമായും ഇത് സിറാത്തി, ഇതാകുന്നു എന്റെ വഴി. എന്റെ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്ന വഴി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപദേശിക്കുന്ന വഴി ഇതാണ്. മുസ്തഖീമ, ആ വഴിയുടെ പ്രത്യേകത ലാ ഇഅ്വിജാജ ഫീ, അതിൽ വക്രത ഒട്ടുമേയില്ല, വളവില്ല, നേരെ ചൊവ്വയുള്ള വഴിയാണ്. ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്വരീഖു അൽ മൂസിലു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അതിനാൽ ഫത്തബിഉ, ആ വഴി നിങ്ങൾ പിന്തുടർന്നു കൊള്ളണം. വേറെ വഴികൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇതൊറ്റ വഴിയാണ്, എന്നാൽ ഒരുപാട് വഴികൾ, ബഹുത്വം അത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. വൈവിധ്യത്തിന്റെയും ബഹുത്വത്തിന്റെയും പേര് പറഞ്ഞിട്ട് പലരും നിങ്ങൾ ആകർഷിക്കും. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റുള്ള വഴികൾ അത് നിങ്ങൾ തുടരാൻ പോകരുത്, പിന്തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലി, അത് നിങ്ങളെയും കൊണ്ട് തെറ്റിച്ചു കളയും. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ നിങ്ങളുടെ വഴിയിൽ നിന്ന്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ആ വഴികൾ നിങ്ങളെ തെറ്റിച്ചു കളയും, ചിതറിക്കളയും. ദാലികും വസ്വാകും ബിഹി, ഈ അവസാനത്തെ വസിയ്യത്ത്, 10ാമത്തെ വസിയ്യത്ത് നിങ്ങൾക്ക് നൽകുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. എത്ര മനോഹരമായിട്ടാണ്. ഹാദാ കലാമുൻ റബ്ബിൽ ആലമീൻ, കലാമുൻ മുഅ്ജിസ്. കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളതിങ്ങനെ പലതവണ ഒറ്റയ്ക്കിരുന്നിട്ട് ഇതിന്റെ മാനപ്പ് നിങ്ങൾക്ക് കിട്ടാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തന്നു. ഞാൻ അള്ളാഹ് പറയുന്ന ഈ കാര്യം ആദ്യം തലയിൽ നിങ്ങൾ വെക്കൂ, അഖ്ല് ചെയ്യുക, തലയിൽ അതിനെ തടഞ്ഞു വെക്കും. എങ്കിൽ ഓരോ കാര്യങ്ങളും വിഷയങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കും ഈ വസിയ്യത്ത്. അങ്ങനെ തലയിൽ അത് കയറുകയും അത് നിങ്ങൾ സമയാസമയങ്ങളിൽ ഓർക്കുകയും ചെയ്താൽ ലഅല്ലകും തത്തഖൂൻ, അപ്പൊ നിങ്ങൾ തഖ്വയുള്ളവരുമാകും. ഈ വിഷയത്തിന്റെ ഗൗരവം നിർത്തിയിട്ട് അത് അഹദ് മാത്രമല്ല, അത് വസിയ്യത്താണ്. അതിലാദ്യത്തേത് ആദ്യം പറഞ്ഞു, ഓരോന്നിന്റെയും ഗൗരവം അനുസരിച്ച് ഏറ്റവും വലുത് ശിർക്കിൽ നിന്നൊഴിവാകണം. വബിൽ വാലിദൈനി ഇഹ്സാന, ഉഖൂഖിൽ നിന്നൊഴിവായി മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം. വലാ തഖ്തുലു ഔലാദക്കും, കൊല ചെയ്യാൻ പാടില്ല. അതിൽ ഏറ്റവും വലിയ ഗുരുതരമായ കൊല മക്കളെ കൊല്ലുന്ന കൊലയാണ്, അത് ചെയ്യരുത്. വലാ തഖ്റബുൽ ഫവാഹിഷ്, ഫവാഹിഷ് എന്നുള്ളതൊരു ഫോൾഡറാണ്, എല്ലാ തെറ്റുകളും. ഇതെല്ലാം നിങ്ങൾ നോക്കൂ, ഇതെല്ലാം തസ്ഫിയത്താണ്. ബിജാനിബി തസ്ഫിയ, ശിർക്കിൽ നിന്നൊഴിവാക്കി, ഉഖൂഖിൽ നിന്നൊഴിവാക്കി, ഖത്ലുൽ ഔലാദിൽ നിന്നൊഴിവാക്കി, മആസി ഫിസ്ഖുകളിൽ നിന്നൊഴിവാക്കി. വമാ ളഹറ മിൻഹാ വമാ ബത്തൻ വലാ തഖ്തുലുൻ നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. പിന്നെ പറഞ്ഞു വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹി അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫു ബിൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബാ വബിഅഹദില്ലാഹി ഔഫു ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. അപ്പോ അതൊക്കെ തലയിൽ കയറ്റിവെച്ചാൽ തദക്കറൂൻ, സമയാസമയങ്ങളിൽ വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈ അഹദിനെയും വസിയ്യത്തിനെയും നിങ്ങൾ ഓർക്കുമല്ലോ. അത് നിങ്ങൾ ഓർത്താലോ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, നിങ്ങൾക്ക് ബഹുത്വമില്ല. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാന്റെ അടിയാറുകളെ, നിങ്ങളുടെ വഴി ഏകദാനമാണ്, ഒറ്റൊന്നു മാത്രമാണ്. പല വഴികളില്ല, ഒറ്റ വഴി മാത്രം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങൾ പല വഴി സ്വീകരിച്ചാൽ അതിനർത്ഥം അത് വളഞ്ഞാണ്, തിരിഞ്ഞാണ്, പുളഞ്ഞാണ് പോകുന്നത്. മറിച്ച് ഒറ്റ വഴിയേ ഉള്ളുവെങ്കിൽ അത് ഋജുവാണ്. രണ്ട് ബിന്ദുക്കൾക്കിടയിൽ രണ്ട് നേർരേഖ വരയ്ക്കാൻ സാധ്യമല്ല, ഒരു നേർരേഖ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് ഹഖ് ഒന്ന്, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വലാൽ. ഹഖിന്റെ പുറമുള്ളത് ഒക്കെ വലാലാണ്.
വലാലത്തുകളാണ്. അതുകൊണ്ട് ഹക്ക് ഏത് അത് പഠിക്കുക, ആ ഹക്ക് പിന്തുടരുക. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ എന്നാലും ആയിക്കൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ഇല്ല. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ കാണാം. ഇമാം അഹ്മദ്, ഹാക്കിം പോലുള്ളവർ അത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അത് സഹീഹുമാണ്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ബിയദിഹി, മണലിൽ ഇരുന്നിട്ട് തന്റെ അസ്ഹാബീങ്ങളെ മുന്നിലിരുത്തിയിട്ട് ഒരു നേർരേഖ മണലിൽ വരച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാല ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇത് അല്ലാഹുവിന്റെ വഴിയാണ്. അല്ലാഹു അവന്റെ അടിയാറുകൾക്ക് ഇഷ്ടപ്പെട്ട് നിർദ്ദേശിക്കുന്ന, ഉപദേശിച്ചു തന്നിരിക്കുന്ന വഴിയാണിത്. മുസ്തഖീമ, ഈ വഴി നോക്കൂ, ഈ വര നോക്കൂ, അതിനൊട്ടുമേ വളവില്ല, വക്കതയില്ല. ثم خط خطوطا عن يمين ذلك الخط وعن شماله, പിന്നെ ആ നേർരേഖയുടെ വലതുഭാഗത്ത്, വലതു സൈഡിലേക്ക് കുറെ വരകൾ വരച്ചു, വളഞ്ഞ വരകൾ. അതുപ്രകാരം കുറെ വളഞ്ഞ വരകൾ ഇടതുഭാഗത്തും വരച്ചു. ثم قال وهذه السبل, ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സുബുൽ, വഴികൾ, വളഞ്ഞ വഴികൾ, വക്രമായ മാർഗങ്ങൾ. ഇതാണ് അള്ളാഹുവിന്റെ വഴി. നേർരേഖ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ വഴി, അള്ളാഹു ഉപദേശിക്കുന്ന വഴി, നേർരേഖ. ഇതോ അള്ളാന്റെ വഴിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു വഴികൾ, എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു വഴികൾ ഇതാകുന്നു. ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ വഅലൈഹി ശൈത്വാനുൻ യദ്ഉ ഇലൈഹി, ഈ വക്രമായ മാർഗങ്ങളിൽ ഏത് വഴിയുണ്ടോ ആ വഴിയുടെ മുന്നിൽ ഒരു പിശാച് നിൽക്കുന്നു. എന്നിട്ട് പിശാച് ആളുകളെ അതിലേക്ക് വിളിച്ച് ആളെ ചേർക്കാണ്. വാ, ഇത് വഴി വാ, ഇതിനെ പോരൂ, അതിനെ പോയാലെന്താ, ഇതിനെ പോയാലെന്താ, ഒക്കെ ഒരേ വഴി തന്നെയല്ലേ, ഒരു നാണയത്തിന്റെ രണ്ട് മുഖമല്ലേ, അത് ബഹുത്വമല്ലേ, അത് നാനാത്വമല്ലേ, അത് മൾട്ടിഫെസറ്റഡ് അല്ല, ഒരുപാട് ഭാഷകളുണ്ടാവും. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് പൊലിമ വെച്ച് ജനങ്ങളെ വശീകരിച്ച് ഇതിലേക്ക് കൊണ്ടുപോകാനാണ് പിശാച് ശ്രമിക്കുന്നത്. സുമ്മ ഖറഅ, എന്നിട്ട് ഈ വരച്ച നേർരേഖയും അതിന്റെ വലതും ഇടതുഭാഗത്തും ധാരാളം വളഞ്ഞ രേഖകൾ വരച്ചിട്ട് നേർരേഖ അള്ളാഹുവിന്റെ വഴിയാണ് എന്നും അത് മുസ്തഖീമാണെന്നും മറ്റുള്ള ഈ രേഖകൾ അതാണ് മറ്റു വഴികൾ എന്ന് പറഞ്ഞത് എന്നും ആ മറ്റു വഴികളിൽ ഓരോ വഴികളിൽപ്പെട്ട ഓരോ വഴിയുടെയും തുടക്കത്തിൽ ഒരു പിശാച് നിന്ന് അതിലേക്ക് ആളെ വിളിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊ, ഇതാണ് എന്റെ വഴി, നേരെ ചൊവ്വായ വഴി, ഋജുവായ മാർഗം, ആ വഴിയെ നിങ്ങൾ പിന്തുടരാൻ പാടുള്ളൂ, അത് നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ, സുബുലുകൾ നിങ്ങൾ പിന്തുടരരുത്. വലതുഭാഗത്തും ഇടതുഭാഗത്തും വളഞ്ഞും ചെരിഞ്ഞും പുളഞ്ഞും പോകുന്ന മറ്റു വഴികൾ നിങ്ങൾ പിന്തുടരരുത്. ഫതഫറഖ ബിക്കും വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബിക്കും അൻ സബീലി, അങ്ങനെയാണെങ്കിൽ ആ വഴി നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കേണ്ടതിന് പകരം വഴി നിങ്ങളെയും കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോവുകയാണ്, ലക്ഷ്യത്തിലെത്താതിരിക്കുകയാണ് ചെയ്യുക. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇത് നിങ്ങൾക്ക് വസിയത്ത് ചെയ്തു തരുന്നത് നിങ്ങൾ തഖ്വ ഉള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. വഖാല ഇബ്നുൽ ഖയ്യിം, അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ വഴിയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ബദായിഉൽ ഫവായിദിൽ വിശദീകരിച്ചിട്ടുള്ളത് വളരെ പ്രസക്തമായതുകൊണ്ട് ആ വരി ഞാൻ വായിക്കാം. വഹുവ ത്വരീഖുല്ലാഹി അല്ലദീ നസബഹു ലിഇബാദിഹി, വഹുവ ത്വരീഖുല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയാണ്, അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന വഴി. അല്ലദീ നസബഹു ലിഇബാദിഹി, തന്റെ അടിയാറുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു ആ വഴി സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. മൂസിലൻ ലഹും ഇലൈഹി, തന്റെ അടിയാറുകളെ അള്ളാഹുവിലേക്ക് അവനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. വലാ തരീഖ ഇലൈഹി സിവ, അള്ളാഹ് നൽകിയിട്ടുള്ള ഉപദേശിച്ചിരിക്കുന്ന ആ വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെയും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ബലി തുറുഖു കുല്ലുഹാ മസ്ദൂദത്തുൻ അലൽ ഖൽഖ്,
മറ്റെല്ലാ വഴികളും അള്ളാഹുവിലേക്ക് എത്താതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇല്ലാ ത്വരീഖുഹു, അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരൊറ്റ വഴി, അതുമാത്രമേ അള്ളാഹുവിലേക്ക് ഓപ്പണായി കിടക്കുന്നുള്ളൂ. മറ്റെല്ലാ വഴികളും ബ്ലോക്കഡ് ആണ്. അല്ലദീ നസബഹു അലാ അൽസുനി റുസുലിഹി, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ഏക വഴി അത് അള്ളാഹ് വിശദീകരിച്ചു തന്നിട്ടുള്ളത് അവൻ നിയോഗിച്ച മുർസലീങ്ങളുടെ നാവുകളിലൂടെയാണ്. വജഅലഹു മൂസിലൻ ലിഇബാദിഹി ഇലൈഹി, ആ വഴി അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതാണ് തന്റെ അടിയാറുകളെ. വഹുവ, ആ വഴി ഏതാണ് ആ വഴി? രണ്ട് കാര്യമാണ് അതിലുള്ളത്. ഇഫ്റാദുഹു ബിൽ ഉബൂദിയ്യ, ഉബൂദിയ്യത്ത് അള്ളാഹുവിന് മാത്രമായി നൽകുക. ഉബൂദിയ്യ അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യുക എന്നുള്ളതാണ്. വഇഫ്റാദു റസൂലിഹി ബിത്ത്വാഅ, അതുപോലെ തന്നെ ത്വാഅത്ത് അനുസരണം അള്ളാഹുവിന്റെ റസൂലിന് മാത്രമായി നൽകുക. ഫലാ യുശ്റകു ബിഹി അഹദുൻ ഫീ ഉബൂദിയ്യതി, ആരാധനയുടെ കാര്യത്തിൽ അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക. വലാ യുശ്രികു ബിറസൂലിഹി അഹദൻ ഫീ ത്വാഅത്തിഹി, വലാ യുശ്രികു ബിറസൂലിഹി അഹദൻ ഫീ ത്വാഅത്തിഹി, തന്റെ റസൂലിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക. ഫയുജർരിദു തൗഹീദ് വയുജർരിദു മുതാബഅത റസൂൽ, അങ്ങനെ തൗഹീദ് അല്ലാഹ്ക്ക് മാത്രമായിട്ട് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അതുപോലെ തന്നെ ത്വാഅത്ത് മുതാബഅത്ത് എന്നുള്ളത് റസൂലിന് മാത്രമായി നൽകുക. ഇതാണ് ആ വഴിയുടെ ഇരട്ട വരകൾ. ഇങ്ങനെ രണ്ട് വരട്ടിട്ടാണ് ആ വഴി പോകുന്നത്. ഒന്ന് തജ്രീദു തൗഹീദ്, മറ്റൊന്ന് തജ്രീദുൽ മുതാബഅ. ആ ഇരട്ട വരകൾക്കിടയിലുള്ള വഴിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്ന തുറന്ന വഴി, അവക്രമായ വഴി, നേർരേഖ പോലെ കിടക്കുന്ന വഴി. മറ്റെല്ലാ വഴികളും സുബുലുകൾ. അതിനെക്കുറിച്ച് മുജാഹിദ് ഇബ്നു ജബർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചത് അൽ ബിദ്ഉ വശഹവാത്ത്. സുബുൽ എന്ന് പറഞ്ഞാൽ അൽ ബിദ്ഉ വശഹവാത്ത്. സുബുൽ അത് ബിദ്അത്തുകളും ഷഹവാത്തുകളുമാണ്. ഷഹവാത്തുകളുടെയും ബിദ്അത്തുകളുടെയും വഴികളാണ്. ആ വഴിയിലൂടെ നിങ്ങൾ പോയാൽ അത് മസ്ദൂദ, അത് ബ്ലോക്ക് ചെയ്തതാണ്, അള്ളാഹുവിലേക്ക് എത്താൻ പോകുന്നില്ല. അത് ലക്ഷ്യത്തിലേക്ക് എത്താതെ നിങ്ങൾ വഴിയിൽ ചിതറിപ്പോകാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മൂന്നായത്തുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 10 വസിയ്യത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മുഹ്കമായ തൻസീലിൽ, വിശുദ്ധ ഖുർആനിൽ അവന്റെ ഇബാദുകൾക്ക് നൽകിയിരിക്കുന്ന 10 വസിയ്യത്തുകൾ. സൂറത്തുൽ അൻആമിലുള്ള 151, 152, 153, 51-ൽ 5-ഉം 52-ൽ 4-ഉം 53-ൽ 1 വസിയ്യത്തും, അങ്ങനെ 10 വസിയ്യത്തുകൾ അല്ലാഹ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ആയത്ത് ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങളുടെ കയ്യിൽ പൂർണ്ണ രൂപത്തിലില്ലെങ്കിൽ ഇത് വളരെ സമയമെടുത്ത് നിങ്ങൾ സ്വന്തമായി പഠിച്ച് ഇതിന്റെ ആ സൈക്കോളജി കണ്ടില്ലേ, നമ്മളെ ഒരു കാര്യം എങ്ങനെയാണ് അസിമിലേറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം അതിലെ ഇന്നർ മീനിങ് ആയിട്ട് അതിന്റെ ആശയങ്ങളുടെ തലത്തിൽ അല്ലാഹ് അതുകൂടി നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആദ്യം ഈ കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന ഗൗരവത്തോടു കൂടി തലയിൽ അങ്ങ് കയറ്റിവെക്കൂ, അസല് ചെയ്യൂ, പുറത്തു വിടരുത്, പിടിച്ചു വെക്കൂ. അത് തലയിലുണ്ടെങ്കിൽ ഓരോ വിഷയവും വരുമ്പോ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കും, അല്ലാഹ് പറഞ്ഞ വസിയ്യത്തുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ തലയിലുണ്ടെങ്കിൽ അത് ഓർക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ തിന്മയിൽ നിന്ന് തടക്കുകയും നന്മയിലേക്ക് നിങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതാണ് തഖ്വ, ലഅല്ലകും തത്തഖൂൻ. അതുകൊണ്ട് ഇത് സമയമെടുത്ത് നിങ്ങളുടെ തലയിൽ ശരിക്കും നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ ആയത്തിന്റെ അർത്ഥം പറയുന്നില്ല, ഒന്നുകൂടെ അങ്ങ് വായിച്ചു പോവുകയാണ്. 151-ാമത്തെ ആയത്ത്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ. ഇതാണ് ഒന്നാമത്തേത്. ശിർക്ക്, അതിന്റെ വിധി എന്താണ്? അത് ഹറാമാണ്. കണ്ടില്ലേ, എവിടെ ഹറാമാണ്? അല്ലാഹ് മുഹറമാക്കിയ കാര്യങ്ങളിൽ ഒന്നാമത്തേത് ശിർക്കാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ വളരെയധികം നന്മ ചെയ്യണം. നന്മ ചെയ്യാതിരിക്കുക എന്നുള്ളത് അല്ലാഹ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള ഉഖൂഖ്, ധിക്കാരം, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്നത്. അതിലേറ്റവും ചെറുതാണ് ഉഫിൻ, നിങ്ങളുടെ ഒരു ഡിസ്ലൈക്ക്, ഒരു അതൃപ്തി അവർ കേൾക്കുന്ന രൂപത്തിൽ പറയുന്നത് പോലും പാടില്ല. 2,
അങ്ങനെ രണ്ട് കാര്യം പറഞ്ഞു. 3 വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമല്ലോ, അതിന് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ലേ എന്ന് ഭയപ്പെട്ടിട്ട്, ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ കുട്ടികളെ കൊല ചെയ്യരുത്. ഫാമിലി പ്ലാനിംഗ് ഒക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്, യാതൊരു സംശയമല്ല. നേരത്തെ കൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം, നേരത്തെ കൂട്ടി ചെയ്യുന്നു. ഫാമിലി പ്ലാനിംഗ് എന്നുള്ളത് മനോഹരമായ വാക്കുകളിലാണ് എപ്പോഴും വളരെ വളരെ ദുഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്യാം. ഇവിടെ പലരുടെയും അവകാശങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന ആളുകൾ, റൈറ്റ്സിന് വേണ്ടിയിട്ട് എത്ര സംഘടനകളാ ലോകത്തുള്ളതെന്ന് ചോദിച്ചാൽ എണ്ണിയാൽ ഒതുങ്ങൂല. എന്നാൽ ജനിക്കാനുള്ള അവകാശം തടുക്കുന്നതിനെതിരിൽ ഒരു കുട്ടിയും സംസാരിക്കൂല. ജനിക്കാനുള്ള അവകാശം തന്നെ തടുക്കുന്ന ഏറ്റവും നിഷ്ഠൂരമായ കാട്ടാളത്തരത്തിനാണ് ഫാമിലി പ്ലാനിംഗ് എന്ന് പറയാം. അപ്പോ അതാരെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് അപ്പം പറയും അതാ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് വലിയ സൗകര്യമാണ്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആര്? ബറാക് ഒബാമ. 2030 ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ലോകം ആരുടെ കയ്യിൽ വരും? ഇന്ത്യക്കാരാണ് വരിക എന്നാ പറഞ്ഞത്. കാരണം ഇന്ത്യയിലുള്ള അത്രയും വലിയ മാൻ പവറാണ്. മാൻ പവർ എല്ലാത്തിന്റെയും ബേസ് മാൻ പവർ അല്ലേ? അപ്പൊ മാൻ പവർ ഉണ്ടാകട്ടെ. ഇവിടെ നിന്നിട്ട് സാന്ദ്രത കൂടുതലാണല്ലേ? സാന്ദ്രത കൂടുതൽ, അത് സാന്ദ്രത കൂടുന്നതിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കേണ്ട സമയം വരുമ്പോൾ ജനങ്ങൾ മാറി താമസിച്ചോളൂ. ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വെറുതെ ഇറക്കുക. ഇങ്ങനത്തെ ഓരോ ന്യായം പറഞ്ഞിട്ട് ഫാമിലി പ്ലാനിംഗ് എന്ന പേരിൽ ഒരുപാട് ആളുകളെ, ഇപ്പൊ കുറച്ച് മൊക്കനക്കിടുന്ന, എന്നോട് അടുത്ത കാലത്തായി ഫോണിലൂടെ മൊക്കലയിടുന്ന കുറെ സഹോദരിമാര് എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുള്ളതാണ്, കുട്ടികളെ നോക്കാൻ കഴിയില്ല. അപ്പൊ കുട്ടികളെ നമുക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട് അപ്പൊ ആദ്യത്തെ കുട്ടികളോട് ചെയ്യുന്ന അക്രമാകൂലേ, അതിന്റെ പേരിൽ പറ്റൂലേ? ഇങ്ങനെ ന്യായീകരിക്കുന്ന എന്തൊക്കെ ന്യായമാണ്? പിശാച് ദയ്യന ലഹും ശൈത്താനു അഅ്മാലഹും അങ്ങനെ തടുക്കുന്നു. ജനിക്കാനുള്ള അവകാശം അത് തന്നെ തടുക്കുന്ന ആളുകൾ അതടക്കം. പിന്നെ ലിംഗനിർണയം നടത്തിയിട്ട് വധിച്ചു കളയുന്നത്. പിന്നെ എത്രയോ പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ ഊഹത്തിൽ അവരൊരു കാര്യം പറയും, അത് ജനിച്ചോ അങ്ങനെയാകും ഇങ്ങനെയാവും, ജനിച്ചോ എങ്ങനെയാവില്ല, അത് അള്ള കണക്കാക്കിയ മാതിരി മാത്രമേ വരുള്ളൂ. കണക്കിലധികം ഇവരെന്ത് ചെയ്യും? ആശങ്ക ജനിപ്പിച്ചിട്ട്, അതിനെ മറികടക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ആ നിരക്ക് ആശങ്ക ജനിപ്പിച്ചിട്ട് പലതരത്തിൽ അവരെ ജനങ്ങളുടെ പേടി ദുരുപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് ടെർമിനേഷൻ, ഒരു പർപ്പസ്ഫുൾ ടെർമിനേഷൻ, പാടില്ലാത്ത ഒരുപാട് മിസ്കാരേജുകൾ അത് വേറെ ചെയ്യുന്നു. ഒരു ചെറിയ കാരണം ഒരു ഡോക്ടർ പറയുമ്പോഴത്തേനും മിസ്കാരേജിനൊന്നും ശറ അംഗീകരിക്കുന്നില്ല. അതിനൊക്കെ വളരെ ന്യായമായ ശരഴിയായ കാരണങ്ങൾ തന്നെ വേണം. ഇല്ലെങ്കിൽ അതൊക്കെ ഉൾപ്പെടുന്നത് വലാ തഖ്തുലു ഔലാദകും, ഖശിയത്തെ ഇംലാഖ്, ഒക്കത്തിന്റെ ഇംലാഖ് തന്നെയാണ്. എനിക്കവരെ നോക്കാൻ സമയം കിട്ടുമോ? ദാരിദ്ര്യമാണ്, സമയദാരിദ്ര്യമാണ്. അല്ല, അവർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ? അതവരെ നർച്ചർ ചെയ്യുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ശിക്ഷണത്തിലുള്ള ദാരിദ്ര്യമാണ് ഭയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരൊക്കെ പാട് ആരാണ് പഠിപ്പിച്ച ഒരു വഴിക്കെത്തിക്കുക? അതിനുള്ള പൈസ എവിടെയാണ്? അതിനുള്ള വരുമാനം നമുക്കുണ്ടോ? നേർക്ക് നേരെ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം തന്നെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇത് ഭയപ്പെട്ടിട്ട് ജനിക്കാനുള്ള അവകാശം തടുക്കുന്നത്, വഴിയിൽ വെച്ച് തടുക്കുന്നത്, ജനിച്ചു വന്നതിന് ശേഷം വിൽക്കുന്നത് ഒക്കെ അതിൽപ്പെടും. വലാ തഖറബുൽ ഫവാഹിഷ്, മൂന്ന് കഴിഞ്ഞ് നാലാമത്തേത് വലാ തഖറബുൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബത്തൻ, നീചവൃത്തികൾ ഏതുമേ നിങ്ങൾക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യാത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ന്യായമായ ഹക്ക് കൊണ്ടല്ലാതെ, ആ ന്യായമായ കാരണം 3 ഹദീസിൽ വന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. അല്ലാതെ ഒരാളെയും നഫ്സ് ഇസ്ഹാഖ് ചെയ്യാൻ, നശിപ്പിക്കാൻ പാടില്ല. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. 6ാമത്തേത്, യതീമിന്റെ സ്വത്തിനെ നിങ്ങൾ സമീപിക്കാൻ പോകരുത്. സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈവരിക്കാൻ തോന്നൂല. ചക്രക്കുളത്തിൽ നിങ്ങൾ കൈയിട്ടാൽ പിന്നെ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് സംഭവിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ തന്നെ ഒഴിവാക്കും. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ബില്ലത്തി ഹിയ അഹ്സനിന്റെ മാർഗത്തിൽ സമീപിക്കേണ്ടവൻ സമീപിച്ചു കൊള്ളട്ടെ. ആ യതീമിന് അതിൽ നിന്ന് ചെലവഴിക്കാൻ, അത് സംരക്ഷിക്കാൻ, ആ സ്വത്ത് അന്യാധീനപ്പെടാതെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ അത് പരിപോഷിപ്പിക്കാൻ. ഹത്താ യബ്ലുഗ അശുദ്ദ വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും ന്യായപൂർവ്വം, ന്യായത്തോടുകൂടി, ന്യായമായ
കൃത്യമായ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹാ വഇദാ ഖുൽതും ഫഅ്ദിലു. നിങ്ങൾ വാക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോ, ഒന്നും വരാനില്ല. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ അസ്സുംതു ഹിക്മ, അതൊരു ഹിക്മത്താണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്ക് അല്ലാഹുവിനും അന്ത്യനാളിലും വിശ്വാസമുണ്ടോ ഫൽയഖുൽ ഖൈറൻ, പറയുന്നത് ഖൈറായിരിക്കണം, അല്ലെങ്കിൽ ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നാവ് കൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും നരകത്തിൽ പോയി വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നാവ് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞത്, കുഫ അലൈക ലിസാനക ഹാദാ, ഇത് ഈ കാണിച്ചു തരുന്ന ഈ അവയവം അത് നീ നിയന്ത്രിച്ചോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, വഹൽ യകുബ്ബുൻ നാസ അലാ മനാസിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങൾ മൂന്തകുത്തി മൂക്കുകുത്തി നരകക്കുണ്ടിലേക്ക് ആപതിക്കുന്നത്, വീഴുന്നത് ഈ നാവ് അത് കൊയ്തെടുക്കുന്ന സമ്പാദിക്കുന്നതിന്റെ ഫലമായിട്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ അതിലായിരിക്കണം, സത്യമായിരിക്കണം, ഉചിതമായിട്ടുള്ളതായിരിക്കണം, അനിവാര്യമായിട്ടുള്ളതായിരിക്കണം. അതാണ് മുസ്തഖീം. അതിന്റെ തനതു സ്ഥാനത്ത് പറയേണ്ടടുത്ത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞിരിക്കണം. വലൗ കാന ദാ ഖുർബ, അത് പറയുമ്പോൾ ആർക്കനുകൂലം ആർക്ക് പ്രതികൂലം അതിന് വേണ്ടിയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും ചായാനും ചെരിയാനും നിൽക്കരുത്. നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും അല്ലെങ്കിൽ പാവത്തിനെതിരാണെങ്കിലും അല്ലെങ്കിൽ പണക്കാരനെതിരാണെങ്കിലും ഇതൊന്നുമല്ല. സത്യം, ന്യായം, നീതിയുടെ തുലാസ് അത് കൃത്യമായി പാലിച്ചുകൊള്ളണം. വബിഅഹ്ദില്ലാഹി ഔഫൂ, അള്ളാഹുവിന്റെ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോ 9 ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തദക്കറൂൻ. 10ാമത്തെ വസിയത്ത് പറയുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. എന്റെ വഴി, അള്ളാഹ് അവന്റെ അടിയാറുകൾക്ക് ഇഷ്ടപ്പെട്ട് ഉപദേശിച്ച് തന്നിരിക്കുന്ന വഴി, അത് വക്രതയില്ലാത്ത നേർവഴിയാണ്, നേർരേഖയാണ്. അത് നിങ്ങൾ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ, അതിന്റെ വലതും ഇടതും ഒരുപാട് വക്രമായ വളഞ്ഞു തിരിഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരുപാട് വഴികളുണ്ട്. ശഹവാത്തുകളുടെയും അതുപോലെ തന്നെ ബിദ്അത്തിന്റെയും വഴികൾ. ആ വഴികളിലൂടെ നിങ്ങൾ പോകരുത്. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇത് നിങ്ങൾക്ക് വസിയത്ത് നൽകിയത് നിങ്ങൾ ഏറെ സൂക്ഷിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഅർളാഹു من أراد أن ينظر إلى وصية محمد صلى الله عليه وسلم التي عليها خاتمه فليقرأ قوله تعالى قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا إلى قوله وأن هذا صراطي مستقيما. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാണ് അദ്ദേഹം? അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിൽ ഇബ്നു ഹബീബ് അൽ ഹുദലി. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരതാ. കുഞ്ഞത്ത് അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇബ്നു ഗാഫിൽ ഇബ്നു ഹബീബ് അൽ ഹുദലി. ഷഹീദ ബദ്റൻ വ ഉഹദ, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, ഉഹദിൽ പങ്കെടുത്ത ആളാണ്, ഖന്തഖിൽ പങ്കെടുത്ത ആളാണ്, ബൈഅത്തുർ റിദ്വാനിൽ ബൈഅത്ത് കൊടുത്ത ആളാണ്. അദ്ദേഹം സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെ ഫഖീഹായിട്ടുള്ള അഫ്ഖഹായിരിക്കുന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സനാ ചെയ്തിട്ടുള്ളത് ആ കാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്തഖലഫഹു ഉമറു ഔ അംറഹു ഉമറു അലൽ കൂഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ കൂഫയുടെ അമീറായി ഉമർ അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹുമ. വമാത സനത 32 ഹിജ്രിയ. അദ്ദേഹം വഫാത്തായി പോകുന്നത് ഹിജ്റ വർഷം 32 അദ്ദേഹം വഫാത്തായി പോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അസ്സഹാബിയുൽ ജലീൽ അൽ ബദരി അൽ ഉഹദി അഫ്ഖഹി ഫുഖഹാഇ സ്വഹാബ. അദ്ദേഹമാണ് പറയുന്നത്, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് ഒരാൾക്ക് നോക്കിയിട്ട് കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, വസിയ്യത്ത് എഴുതി വെച്ചിട്ടാണ് ഓരോരുത്തരും മരിച്ചു പോകുന്നത്. അത് എഴുതുകയോ പറയുകയോ സാക്ഷി നിർത്തി പറയുകയോ ഒക്കെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ പ്രത്യേകമായ വസിയ്യത്ത് അങ്ങനെ എഴുതി തന്നിട്ടുണ്ടോ, പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇബ്നു മസ്ഊദ് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യ, റസൂലുള്ളാഹിന്റെ വിൽപത്രം അതൊന്ന് കണ്ണുകൊണ്ട് കാണണം.
എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലത്തി അലൈഹാ ഖാതമു, ആ വസിയത്ത് റസൂലുള്ള എഴുതിയിട്ട് അതിന്മേൽ റസൂലുള്ള സീൽ വെച്ചിരിക്കുന്നു, അഥവാ ഒപ്പ് ചാർത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് എഴുതി ഒപ്പ് ചാർത്തിയിട്ടുള്ള ആ വസിയത്ത് ഒരാൾക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ എങ്കിൽ ഫൽയഖറ ഖൗലഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വചനങ്ങൾ അയാൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ എന്ന് തുടങ്ങിയിട്ട് വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ആ വസിയത്താണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ അസറിൽ നിന്ന് വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ വസിയത്തൊന്നും നൽകിയിട്ടില്ല. അള്ളാന്റെ കിതാബല്ലാത്ത മറ്റൊരു വസിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാന്റെ വസിയത്ത് കാണേണ്ടവര് വേറെ വസിയത്തുണ്ട് എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയും പോയി തിരയണ്ട, ഇത് നോക്കിയാൽ മതി. ഖുർആൻ അത് മുറുകെ പിടിക്കാനുള്ള വസിയത്തേ ഉള്ളൂ. ഖുർആനിൽ പറഞ്ഞതിന്റെ ഈ വസിയത്തിന്റെ ആകത്തുക അത് പൂർണ്ണ രൂപത്തിൽ കോമ്പാക്റ്റ് ആയിട്ട് ഈ 3 വചനത്തിൽ അൻആമിലെ 151, 152, 153 വചനത്തിൽ അത് കൃത്യമായി വ്യവഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ള വസിയത്ത് എഴുതി ഒപ്പുചാർത്തിയ ആ വസിയത്ത് കാണണമെങ്കിൽ ഈ 3 ആയത്ത് നിങ്ങൾ വായിച്ചു കൊള്ളുക എന്ന്. എപ്പോഴാണ് അദ്ദേഹം ഈ വചനം പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അൽ ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ വായിക്കുമ്പോൾ, ഇതും കൂട്ടി വായിക്കുമ്പോൾ ആ കാര്യം പൂർണ്ണമായി മനസ്സിലാകും എന്നാണ് ഉലമാക്കൾ പറയുന്നത്. എന്താണത്? ലമ്മശ്തദ്ദ ബിന്നബിയ്യി വജഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ, ഇസ്തദ്ദ മൂർച്ഛിച്ചു, വജഅഹു നബിയുടെ രോഗം, അവിടുന്ന് വഫാത്തായി പോയിട്ടുള്ള ആ രോഗമാണ് ഉദ്ദേശിക്കുന്നത്. അത് മൂർച്ഛിച്ചപ്പോൾ ഖാല ഇതൂനി ബികിതാബിൻ അക്തുബു ലക്കും കിതാബൻ ലാ തഖ്തലിഫു ബഅദ, നിങ്ങൾ എഴുതാനുള്ള ഒരു കടലാസ്, എഴുതാനുള്ള കടലാസ് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരിക. ഞാൻ നിങ്ങൾക്കൊരു രേഖ, ഒരു പ്രമാണം എഴുതിത്തരാം. ആ പ്രമാണം ഞാൻ എഴുതി തന്നാൽ പിന്നെ അതിനുശേഷം നിങ്ങൾ ഭിന്നിക്കാനിടവരില്ലല്ലോ, അതിനുശേഷം നിങ്ങൾ ഭിന്നിക്കുകയില്ല, ഭിന്നിക്കാനിടവരില്ല. അതിനു വേണ്ടി ഒരു കടലാസ് നിങ്ങൾ കൊണ്ടുവന്ന് തരിക, ഞാൻ നിങ്ങൾക്കൊരു പ്രമാണം, ഒരു വസിയ്യത്ത് എഴുതിത്തരാം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹ് വഫാത്തിന്റെ തൊട്ട് മുമ്പാണ്, രോഗം അങ്ങേയറ്റത്തോളം മൂർച്ഛിച്ച അവസ്ഥയാണ്. റസൂലുള്ളാഹിന്റെ ആ വേദനയും ആ രോഗാവസ്ഥയും കണ്ടപ്പോൾ ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഅർളാഹ്, അദ്ദേഹം പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗലബഹു അൽ വജഅ, റസൂലുള്ളാഹിനെ അതിജയിച്ചിരിക്കുന്നു വജഅ, റസൂലുള്ളാഹിന്റെ രോഗം. ഒരു കടലാസ് എടുത്ത് ഇരുന്ന് എഴുതാവുന്ന ഒരവസ്ഥയിലല്ല, അതിന്റെ അപ്പുറത്തേക്ക് രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഅൻദനാ കിതാബുല്ലാഹ് ഹസ്ബുന, അള്ളാന്റെ കിതാബ് നമ്മുടെ കൈവശമുണ്ടല്ലോ, അത് വിട്ടേച്ചുകൊണ്ടാണല്ലോ പോകുന്നത്, നമുക്കത് മതിയല്ലോ. ഇത് ഉമർ ഖത്താബ് വെറുതെ പറയല്ല. ഉമർ ഖത്താബ് അങ്ങനെ പറഞ്ഞാൽ ഫമാ റഅൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, അതൊരസ്ല്. അതിന്റെ പുറമെ ഒരിക്കൽ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ, മാ അഖ്റജഹു മുസ്ലിമു ഫീ സഹീഹി, ആ റിവായത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖതബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ബിഗദീരിൻ തുദ്ആ ഹുമ്മ, ഹുമ്മ എന്ന് പേരുള്ള ഒരു തടാകത്തിന്റെ വെള്ളസ്ഥലത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട്, ബൈന മക്കത്ത വൽ മദീന, ആ ഹുമ്മിലുള്ള തടാകം ഗദീർ ഹും, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഹുമ്മ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിന്റെ അരികിൽ ഒരു വെള്ളസ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു.
ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ് ചെയ്യേണ്ട പ്രകാരം ഹംദുകൾ ചൊല്ലി അല്ലാഹുവിനെ സനാ ചെയ്തു. അതിനുശേഷം പിന്നീട് പറഞ്ഞു അലാ അയ്യുഹന്നാസ്, സുമ്മ ഖാൽ അലാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ നിങ്ങൾ അറിയുക, ഇന്നി ബശർ, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂശികു അൻ യദ്ഉവനി ദാഇ റബ്ബി ഫഉജീബ്, എന്റെ റബ്ബിന്റെ വിളിയാളൻ എന്നെ വന്ന് വിളിക്കാറായിട്ടുണ്ട്. റബ്ബിന്റെ വിളിയാളൻ വന്ന് എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഞാനും ഒരു മനുഷ്യനാണ്. അഥവാ മലക്കുൽ മൗത്ത് ദാഇ റബ്ബി, ആ മലക്കുൽ മൗത്ത് എന്നെ വരാനും വിളിച്ചുകൊണ്ടു പോകാനും സമയമായിട്ടുണ്ട്. എന്നെ വന്ന് വിളിച്ചാൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും. പക്ഷേ വഇന്നി താരികും ഫീകും സഖലൈൻ, വിലപ്പെട്ട രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ, ഒന്നാമത്തേത് അല്ലാഹുവിന്റെ ഗ്രന്ഥമായിരിക്കുന്ന ഖുർആനാണ്. ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ ഹുദയും നൂറുമുണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ കുറിച്ചും പറയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുള്ളതും അത് കേട്ടിട്ടുള്ളതും ആയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം അതിജയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ കിതാബുണ്ട്, അത് മതി, ഹസ്ബുന ഫഖ്തലഫു. അപ്പൊ അവരുടെ ഇടയിൽ അതൊരു അഭിപ്രായ വ്യത്യാസമായി. അല്ല അത് എഴുതി കിട്ടണം, അല്ല കിതാബ് മതി. വകസുറൽ ലഗത്ത്, അങ്ങനെ ശബ്ദം ബഹളം അങ്ങനെ അധികരിച്ചു. അങ്ങനെ തർക്കവും ശബ്ദവും അധികരിച്ചപ്പോൾ ഖാല ഖൂമു അന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖൂമു അന്നി, എന്റെ അടുക്കൽ നിന്നൊക്കെ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. വലാ യൻബഗി ഇൻദി അത്തനാസുഅ്, എന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു തർക്കം, ഇങ്ങനെയുള്ള ഒരു മത്സരം പാടില്ലാത്തതാണ്. ഖിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അതൊരു ഒട്ടു ഖൈറില്ലാത്ത കാര്യമാണ്. സ്വഹാബത്തിന്റെ ആ ഏതാ വിഷയം, ഒരു ദുന്യാവിന്റെ കാര്യമൊന്നും അല്ല. സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് എഴുതി വാങ്ങണോ അതോ കിതാബ് മതിയോ എന്നതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്ക് തലയിൽ കയറേണ്ടവർക്കത് കയറണം. ലാ യൻബഗി അത്തനാസുഉ ഇൻദി ഖൂമു അന്നി ഫഖറജ ഇബ്നു അബ്ബാസ് യഖൂൽ. അങ്ങനെ അവിടുന്ന് ആളുകൾ പുറത്തു പോയപ്പോ ഇബ്നു അബ്ബാസ് അവിടുന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇന്നർ റസിയ്യത കുല്ലർ റസിയ്യ, എല്ലാ ആപത്തുകളും, തീർച്ചയായും ആപത്ത് അല്ല എല്ലാ ആപത്തും എന്തിലാണ് സംഭവിച്ചത്? മാ ഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബി വസല്ലം വബൈന കിതാബി, റസൂലുള്ള എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ എഴുത്ത്, ആ പ്രമാണം എഴുതി തരുന്നതിന് തടസ്സമിട്ടതിലാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് വെച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അഭിപ്രായത്തോട് ഇബ്നു അബ്ബാസിന് യോജിപ്പില്ല. ആ സന്ദർഭത്തിലാണ് അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ കണ്ടത് ശരി അല്ല, മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത് തീർത്തും ശരിയാണ് എന്ന് ശരിവെച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയിട്ടുള്ള താഴെ ഒപ്പുവെച്ചിട്ടുള്ള ആ പ്രമാണം, അവിടുത്തെ വസിയ്യത്തിന്റെ പത്രം കാണണമോ? ഇത് നോക്കിയാൽ മതി. ഏത് നോക്കിയാൽ മതി? ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന ഇലാ ആഖിരി ഹാദിഹിൽ ആയാത്തി الثلاث فأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസിയ്യത്ത് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അൻ അബീ ജുഹൈഫത, അബൂ ജുഹൈഫയിൽ നിന്നുള്ള റിവായത്ത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഖുൽതു ലി അലിയിൻ ഹൽ ഇൻദകും കിതാബ്, ഞാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ റസൂലുള്ള ഏൽപ്പിച്ച പ്രത്യേകമായ വല്ല പ്രമാണങ്ങളുമുണ്ടോ? ഖാല ലാ ഇല്ലാ കിതാബുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക പ്രമാണം, ഒരു വസിയ്യത്ത് റസൂലുള്ള എഴുതി തന്നിട്ടില്ല. അല്ലാഹുവിന്റെ കിതാബ് മാത്രമേ ഞങ്ങൾക്ക് കയ്യിലുള്ളൂ. ഔ ഫഹ്മുൻ ഉതിയഹു റജുലുൻ മുസ്ലിം,
അല്ലെങ്കിൽ മുസ്ലിമായ ഒരു മനുഷ്യന് അള്ളാന്റെ കിതാബിൽ അള്ള കൊടുക്കുന്ന ഫഹ്മുണ്ടല്ലോ, ഫിഖ് ഉണ്ടല്ലോ, അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമും റസൂലുള്ളാഹിന്റെ വചനങ്ങളും കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഒരാൾക്ക് അള്ള കൊടുക്കാൻ ഉദ്ദേശിക്കും, ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുമ്പോൾ. മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. തെറ്റാത്ത ലക്ഷണം അതാണ്. ഒരാൾക്ക് കുറേ സ്വത്ത് കൊടുത്തു, അള്ളാഹ് അയാൾക്ക് ഖൈറാക്കി എന്ന് പറയുന്നവൻ പോയത്തക്കാരനാണ്. ഒരാൾക്ക് അള്ളാഹ് നല്ല ശാരീരികമായ ശക്തി ആഫിയത്തും കൊടുത്തു, അപ്പോ അള്ളാന്റെ ഖൈറിലാണ് എന്ന് പറയുന്നവൻ പോയത്തക്കാരനാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല ഭംഗി കൊടുത്തു, അപ്പോഴും പറഞ്ഞു ഖൈറിലാണ്, പോയത്തമാണത്. അല്ലെങ്കിൽ വേറൊരാൾക്ക് ഭയങ്കര സ്വാധീനവും അധികാരവും കൊടുത്തു, ഇതൊന്നും അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ ലക്ഷണമല്ല. ഇതൊക്കെ ഒന്നുകിൽ ഫിത്ന, അള്ളാഹ് പരീക്ഷിക്കാൻ നൽകുന്ന ഫിത്നയാണ്, പരീക്ഷണമാണ്. അതല്ലെങ്കിൽ അതിന്റെ അഹ്സനുൽ അഹ്വാൽ, ഏറ്റവും നല്ല നിലക്ക് അതിന് നമുക്ക് കാണാവുന്നത് ഫിത്ന യബ്തലില്ലാഹു ബിഹി അബ്ദ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസനെ പരീക്ഷിക്കാൻ നൽകുന്ന പരീക്ഷണത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതാണ് അതിന്റെ അഹ്സനുൽ അഹ്വാൽ. അല്ലെങ്കിലോ രണ്ടാമത്തത് ഇസ്തിദ്റാജ്. ഇസ്തിദ്റാജാണ്. إذا رأيت الله يعطي العبد على معاصيه ما يحب فإن ذلك استدراج. ചിലപ്പോൾ ഒരാള് തോന്നിയാസമായിട്ട് നടക്കുന്നവനായിരിക്കും, തോന്നിവാസിയാണ്, എന്നാലും ഇങ്ങനെ അയാൾ ഉദ്ദേശിക്കുന്ന സ്വത്തും അധികാരവും പൈസയും ശാരീരികപരം ഒക്കെ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ഹൈറാണ്, അല്ലാതെ ഇസ്തിദ്റാജാണ്. മാക്സിമം തെറ്റിൽ അതിന്റെ ജനിത്തിലേക്ക് അയാൾ കയറട്ടെ, അവസാനം പിടിച്ചു വലിച്ചിട്ടിടാം, ഒറ്റപ്പിടുത്തം. അതിനു വേണ്ടിയിട്ട് ഇസ്തിദ്റാജ് നടത്തുകയാണ്. ഒന്നുകിൽ ഇസ്തിദ്റാജാണ്, അതാണ് അസ്വഉൽ അഹ്വാൽ. അതല്ലെങ്കിൽ അത് ഫിത്ന യബ്തലില്ലാഹു ബിഹാ അബ്ദ, അതാണ് അതിന്റെ അഹ്സനുൽ അഹ്വാൽ. അല്ലാതെ അത് അയാൾക്ക് അല്ലാഹു ഖൈർ കൊടുത്തു എന്നതിന്റെ ലക്ഷണമല്ല. മറിച്ച് ഒരാൾക്ക് അല്ലാഹു ഖൈർ കൊടുത്തു എന്നതിന്റെ ലക്ഷണം മൻ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. ദീനിൽ ഒരു ഫിഖ് കിട്ടണം, അത് അല്ലാഹു കൊടുക്കണം. അങ്ങനെ ദീനിൽ അല്ലാഹു ഫിഖ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് ഖൈറാണ് അല്ലാഹു ഉദ്ദേശിച്ചത്. അപ്പൊ ഒരാൾക്ക് ദീനിൽ ഫിഖ് നേടാൻ ഒരാൾക്ക് അവസരം കിട്ടണില്ലെങ്കിൽ അതിന്റെ അർത്ഥം നേരെ തിരിച്ച് അതിന്റെ മഫ്ഹൂം മുഖാലഫ. അതിന്റെ നേർക്ക് നേരെയുള്ള അതിന്റെ മറ്റൊരർത്ഥം, ഒരാൾക്ക് ദീൻ പഠിക്കാനും ദീനിൽ പാണ്ഡിത്യം നേടാനും അയാൾക്ക് അവസരം ഉണ്ടാകുന്നില്ല, ഇനി എത്ര കേട്ടിട്ടും മനസ്സിലാകുന്നില്ല, കേറുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹ് അയാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കട്ടെ. എനിക്കതിന് പോകാൻ സമയം കിട്ടിയില്ലല്ലോ, എനിക്കതിന് അവസരം ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ മടിയായല്ലോ, കുറേ 150 കാരണങ്ങൾ ഉണ്ടാകും. ആ 150 കാരണങ്ങൾ അല്ലാഹ് അയാൾക്ക് തൗഫീഖ് മുടക്കുന്നു. അഥവാ അയാൾക്ക് അല്ലാഹ് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല, അയാളുടെ നിലപാടുകൾ ശരിയല്ലാത്തത് കൊണ്ട് അല്ലാഹ് അയാൾക്ക് അത് കൊടുക്കുന്നില്ല. അല്ലാഹ് ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗം ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മാറ്റം അത് തുടങ്ങേണ്ടത് സ്വന്തം മനസ്സിൽ നിന്നാണ്. അയാളുടെ സ്റ്റാൻഡ് മാറ്റണം. മാറ്റിയാൽ അല്ലാഹ് തൗഫീഖ് വൈറ്റാക്കി കൊടുക്കും. നിങ്ങൾ ഒരു ചാണെടുത്താൽ അല്ലാഹ് ഒരു മുഴ എടുക്കും. നിങ്ങൾ നടന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് ചെന്നാൽ അല്ലാഹ് ഓടിക്കൊണ്ട് നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം മാറ്റമുണ്ടാകേണ്ടത്, മാറ്റത്തിന്റെ ചാലകശക്തി അവനവന്റെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിൽ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത്. അത് എന്റെ മനസ്സ് ഞാൻ നന്മയിലേക്ക് തിരിച്ചു വെക്കാതെ അതിന്റെ ഡയറക്ഷൻ ഞാൻ നന്മ അല്ലാത്ത മറ്റിടത്തേക്ക് തിരിച്ചു വെച്ചിട്ട് അല്ലാഹ് എനിക്ക് തന്നില്ലല്ലോ എന്ന് പരിഭവപ്പെടുന്നതിൽ അർത്ഥമല്ല. അങ്ങനെ നമ്മൾ നന്മയിലേക്ക് തിരിച്ചെത്തണം. അപ്പൊ നമുക്ക് പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. അല്ലാതെ കുറെ സ്വത്തുണ്ട്, കുറെ സൗകര്യമുണ്ട്, കുറെ വാഹനമുണ്ട്, കുറെ വേറുള്ളതുണ്ട്, എല്ലാവരും കാണുമ്പോൾ എണീറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ അധികാരമുണ്ട്, ഇപ്പൊ അവിടുത്തെ മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ MLA ആണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫിത്നയും ബലാവും തന്നെ, ഒരു സംശയമല്ല. എന്ന് മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ അവസാന കാലത്തിൽ ഇത് അധികരിക്കുമെന്നുള്ളത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. വഇന്നമാ ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ. ആഫിയത്ത് ഈ ഉമ്മത്തിന്റെ ആദ്യകാലത്ത് കഴിഞ്ഞു പോയി. വസയുസീബു ആഖിറഹാ ബല വഉമൂറുൻ തുൻകിറൂൻ. അവസാന കാലത്ത് ബലാഅണ് വരാനുള്ളത്. ലം യബ്ഖ മിൻ ദുനിയാകും ഇല്ല ബലാഉൻ വഫിത്ന. ഏതാണെങ്കിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം ശരിവെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് എഴുതി. ആ വസിയ്യത്ത് പത്രത്തിന്റെ അവസാനത്തിൽ ഒപ്പും ചേർത്തി. ആ വസിയ്യത്ത് കാണേണ്ട ആൾക്കാർ ഈ സൂറത്ത് അൻ-നാമിലെ 3 ആയത്ത് ഓതിയാൽ മതി.
അത് വസിയ്യത്തിന്റെ തഖൂമു മഖാമ വസിയ്യത്ത് റസൂലില്ലാഹ് അൽ മഖ്തൂമത്തി അലൈഹി ബിഖ്താർ. അബൂ ജുഹൈഫ അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ല വസിയ്യത്തിന്റെ പത്രവും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെയും നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള കിതാബ് മാത്രമാണ്. അതിലധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഫഹ്മ് മാത്രമേ കൂടുതലുള്ളൂ. ഔ മാ ഫീ ഹാദിഹി സ്വഹീഫ, അല്ലെങ്കിൽ ഈ കടലാസ് അത് നബി എഴുതി തന്നിട്ടുള്ള ഒരു പത്രമാണ്, അതിലുള്ളതുണ്ട്. അതെന്താണ്? ഖാല ഖുൽതു ഫമാ ഫീ ഹാദിഹി സ്വഹീഫ, എന്താണ് ആ ഏട്ടിലുള്ളത്, പ്രമാണത്തിലുള്ളത്? ഖാല അൽ അഖൽ, അതിന് പറഞ്ഞിട്ടുള്ളത് ദിയത്തുകളെ കുറിച്ചാണ്. പ്രായശ്ചിത്തം ചെയ്യേണ്ട ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വരുത്തുമ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള പ്രായശ്ചിത്തമാണ്. വഫകാകുൽ അസീർ, ബന്ദികളെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച നിയമമാണ്. വലാ യുഖ്തലു മുസ്ലിമുൻ ബികാഫിർ, ഒരു കാഫിറിന് പകരമായി ഒരു മുസ്ലിമിനെ കൊല ചെയ്യപ്പെടാൻ പാടില്ലെന്നുള്ള നിയമമാണ്. ഈ നിയമങ്ങൾ അന്ന് എഴുതി തന്നിട്ടുള്ള അതറിയപ്പെട്ട കാര്യമാണ്. അതല്ലാതെ വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമീറുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടാണ്, മുബശ്ശറൂന ബിൽ ജന്നയിൽപ്പെട്ടതാണ്, റസൂലുള്ളാഹിന്റെ ജാമാതാവാണ്, റസൂലുള്ളാഹിയുമായി രക്തബന്ധമുള്ള ആളാണ്, എല്ലാം ഉള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ കൈക്കെങ്കിലും കുടുംബത്തിന്റെ വിഷയങ്ങളും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എഴുതി ഏൽപ്പിച്ച ഒരു വസിയ്യത്തില്ല, കിതാബ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ കിതാബ് മുറുകെ പിടിക്കണം. അത് ഗദീർ ഹുമ്മയിലുള്ള ഗദീറിൽ വെച്ച് റസൂലുള്ള കൊടുത്തിട്ടുള്ള ആ വസിയ്യത്ത് തന്നെയാണ്. ആ വസിയ്യത്ത് എന്താണ്? യൂശികു അൻ യദ്ഉവനി ദാഇയ റബ്ബി ഫഉജീബ് വഇന്നി താരികും ഫീകും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ് ഫീഹിൽ ഹുദാ വന്നൂർ, ഫീഹിൽ ഹുദാ വന്നൂർ. അത് തന്നെയാണ്. അതിന്റെ ആ രത്ന ചുരുക്കമാണ് ഈ ആയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ആയത്തുകൾ കഴിഞ്ഞു ഈ വിഷയത്തിലുള്ള. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഈ അധ്യായത്തിന്റെ തലവാചകമായും അതിന്റെ ദലീലായും മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ചേർത്തത് ഒന്ന് സൂറത്തു ദാരിയാത്തിലുള്ള ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. രണ്ടാമത്തേത് സൂറത്തു ഇസ്രായിലെ 24-ാമത്തെ ആയത്ത്, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. മൂന്നാമത്തേത് ആയത്തുൽ ഹുഖൂഖ് അൽ അശറ, 10 ഹക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സൂറത്തു നിസായിലുള്ള ആയത്ത്. അള്ളാഹ്ക്കുള്ള ഹക്ക്, മാതാപിതാക്കൾക്കുള്ള ഹക്ക്, കുർബക്കുള്ള ഹക്ക്, യതാമക്കുള്ള ഹക്ക്, മസാക്കീനുള്ള ഹക്ക്, ഇതൊക്കെ പറഞ്ഞല്ലോ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, ആയത്തുൽ ഹുഖൂഖുൽ അശറ അല്ലത്തി ഫി സൂറത്തി നിസാ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവസാനത്തെ ആയത്തായി കൊടുത്തത് ഈ വസിയ്യത്ത്, റസൂലുള്ളാഹിന്റെ വസിയ്യ അല്ലത്തി അലൈഹ ഖാതമു എന്ന് ഇബ്നു മസ്ഊദ് വിശേഷിപ്പിച്ചിട്ടുള്ള സൂറത്ത് അൻആമിലുള്ള ആയത്ത്. അതിന് ശേഷം പിന്നീട് ഇബ്നു മസ്ഊദ് ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള റളിയല്ലാഹു അൻഹു അല്ലാഹ് ആ കാര്യം കൂടി ഉദ്ധരിച്ചതിന് ശേഷം ഹദീസിലേക്ക് പോയി. വഅൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ كنت رديف النبي صلى الله عليه وسلم على حمار فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله؟ قلت الله ورسوله أعلم. قال حق الله على العباد أن يعبدوه ولا يشركوا به شيئا وحق العباد على الله ألا يعذب من لا يشرك به شيئا. قلت يا رسول الله أفلا أبشر الناس؟ قال لا تبشرهم فيتكلوا. أخرجاه في الصحيحين. ഈ ഒരു ഹദീസാണ് കൊടുത്തത്. ഹദീസിന്റെ റാവി മുആദ് ബിൻ ജബൽ, വഹുവ അബു അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിന്റെയും കുഞ്ഞത്ത് അബു അബ്ദുറഹ്മാൻ എന്ന് തന്നെയാണ്. ഇപ്പൊ 2 സഹാബിമാരെ കുഞ്ഞത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ, ഒന്ന് ഇബ്നു മസ്ഊദിന്റെതും കുഞ്ഞത്ത് അബു അബ്ദുറഹ്മാൻ, മുആദ് ബിൻ ജബലിന്റെതും അബു അബ്ദുറഹ്മാൻ. മുആദ് ബിൻ ജബൽ ബിൻ അംർ ബിൻ ഔസ് അൽ അൻസ്വാരി അൽ ഖസ്റജി, അൻസ്വാരിയാണ്, ഖസ്റജിയാണ്, ഔസ് ഗോത്രക്കാരനാണ്. ഇബ്നു ജബൽ ബിൻ അംർ ബിൻ ഔസ് ഷഹിദ ബദ്റൻ വമാ ബഅദഹ,
ബദർ യുദ്ധം തുടങ്ങി അങ്ങോട്ടുള്ള എല്ലാ മആരിക് ഇസ്ലാമിയകളിലും റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. വമിൻ അയാനി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സഹാബത്തിന്റെ കൂട്ടത്തിൽ അഗ്രേസരനായ സഹാബിയുമാണ്. വകാന ഇലൈഹിൽ മുൻതഹാ ഫിൽ ഇൽമിന്റെ അറ്റം അദ്ദേഹത്തിന്റെ അടുക്കലാണ്. ഖുർആൻ അതുപോലെ തന്നെ ഇൽം, അത് സഹാബത്തിന്റെ കൂട്ടത്തിലെ കിബാറായ ഉലമാക്കളിൽപ്പെട്ട സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മൻഖബത്തായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, മുആദുൻ യുഹ്ശറു യൗമൽ ഖിയാമ അമാമൽ ഉലമാഇ ബിറത്വ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഖിയാമത്ത് നാളിൽ ഉലമാക്കളുടെ മുന്നിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. മഹ്ശറയിൽ അദ്ദേഹം വരുന്നത് ഉലമാക്കളുടെ മുന്നിലാണ്. ഉലമാക്കളുടെ മുന്നിൽ ബിറത്വ, ഉലമാക്കളുടെ മുന്നിൽ പറഞ്ഞാൽ വളരെ മുന്നിൽ. റത്വത്ത് എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ചിലപ്പോ ഒരു സ്റ്റെപ്പ് എന്നർത്ഥം പറയുന്നവരുണ്ട്, ഒരു അമ്പെയ്താൽ പോകുന്ന ദൂരം എന്ന് പറയുന്നവരുണ്ട്, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന അത്ര ദൂരം എന്ന് പറയുന്നവരുണ്ട്. ഉലമാക്കൾ പോലും അദ്ദേഹത്തിൽ നിന്നും കുറെ പിറകിലായിരിക്കും. അദ്ദേഹം വളരെ മുന്നിൽ പോകുന്ന ആളാണ്, സാധാരണക്കാരിലല്ല. ഉലമാക്കളുടെ മുന്നിൽ തന്നെ വളരെ ബഹുദൂരം മുന്നിൽ പോകുന്നവനായിട്ടാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ള വാക്കാണ്. അദ്ദേഹം മക്ക വിജയത്തിന് ശേഷം മക്കക്കാരുടെ മേൽ ഇസ്തഖലഫഹു നബി അലാ അഹ്ലി മക്ക, മക്കക്കാരുടെ മേൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു, അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, അവർക്ക് ദീൻ പഠിപ്പിക്കാനും വേണ്ടിയിട്ട്. അദ്ദേഹം മരണപ്പെടുന്നത് ഷാമിൽ വെച്ചാണ്. ഫീ ത്വാഊനി അംവാസ് സനത 18 ഹിജ്റ 18-ാം വർഷം ത്വാഊൻ, ഷാമിൽ പടർന്നു പിടിച്ച ത്വാഊൻ ഉണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. ആ കാലയളവിൽ ഷാമിൽ വെച്ച് ത്വാഊൻ അംവാസ് അത് പിടികൂടിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ആ മുആദ് ഇബ്നു ജബൽ പറയാണ്, എന്താ പറയുന്നത്? കുന്തു റദീഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റദീഫ് എന്ന് പറഞ്ഞാൽ പിന്നിലുള്ള ആൾക്കാർ പറയാം, പിൻസവാരിക്കാരനായിരുന്നു. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ. അതും അലാ ഹിമാർ, ഒരു കഴുതയുടെ, ഹിമാറഹ്ലി, ഒരു നാടൻ കഴുതയുടെ പുറത്താണ്. ആ കഴുത എന്ന് പറഞ്ഞാൽ അതിന് പേരുണ്ട്, അതിന്റെ പേര് ഉഫൈർ എന്നാണ്. ഉഫൈറുൻ അഹ്ദാഹു ഇലൻ നബിയ്യി അൽ മുഖൗഖിസു സാഹിബു മിസ്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്റിലെ മുഖൗഖിസ് കൊടുത്തിട്ടുള്ള, ഹദിയയായി കൊടുത്തിട്ടുള്ളതാണ് ഈ കഴുത. മുഖൗഖിസ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലുള്ള കോപ്റ്റിക് ക്രിസ്ത്യൻസിന്റെ ആർച്ച് ബിഷപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്കൊക്കെ കത്തെഴുതുന്ന കൂട്ടത്തിൽ ഈ മുഖൗഖിസിനും കത്തെഴുതിയിട്ടുണ്ട്. അങ്ങനെ മുഖൗഖിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറെ ഹദിയകൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ഹദിയകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ഹിമാർ. അതിന്റെ ഒരു പേരിട്ടിരുന്നു ഉഫൈർ. ആ കഴുതപ്പുറത്താണ് സഞ്ചാരം. റസൂലുള്ളാഹി മുന്നിലുണ്ട്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പിന്നിലിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫവായിദുകൾ ഇസ്തിംബാത്ത് ചെയ്ത് മുഅല്ലിഫ് തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫവായിദുകളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഫഖാല ലി, അങ്ങനെ പിൻസവാരി ചെയ്തുകൊണ്ടിരിക്കെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. ചില റിവായത്തുകളിൽ 3 തവണ റസൂലുള്ളാഹി മുആദ് ഇബ്നു ജബലിനെ മടക്കി വിളിച്ചത് റിവായത്തുകളിലുണ്ട്. അങ്ങനെ മുആദിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കൾക്കറിയുമോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിയാറുകളുടെ മേൽ, സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട, അള്ളാഹുവിന് അവരിൽ നിന്ന് കിട്ടേണ്ട, സൃഷ്ടികൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹഖെന്താണ്, കടമയെന്താണ് എന്ന് നിനക്കറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, ആ കടമ സൃഷ്ടികൾ നിറവേറ്റിക്കഴിഞ്ഞാൽ, ഹത്ത് നിറവേറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള ഹത്ത്, അവകാശം അതെന്താണ് എന്ന് നിനക്കറിയുമോ? ഒരൊറ്റ ചോദ്യം, അതിന് 2 എഡ്ജാണ്. ഒന്ന് ഹഖ്ഖുല്ലാഹ്, മറ്റൊന്ന് ഹഖ്ഖുൽ ഇബാദ്.
അള്ളാഹ്ക്ക് കിട്ടേണ്ട ഹക്ക്, മറ്റൊന്ന് ഇബാദുകൾക്ക് കിട്ടേണ്ട ഹക്ക്. അള്ളാഹ്ക്ക് കിട്ടേണ്ട ഹക്ക് കൊടുക്കാൻ കടപ്പെട്ടവര് അവന്റെ സൃഷ്ടികളായ നമ്മൾ. നമുക്ക് കിട്ടേണ്ട ഹക്ക് തരേണ്ടത്, ആ ഹക്ക് നമ്മൾ നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത്, ഈ ഹക്കിനെ കുറിച്ച് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രതിവചിച്ചു, അല്ലാഹു വറസൂലുഹു അഅലം. ഹഖ്ഖുല്ലാഹ് അലൽ ഇബാദ്, ഹഖ്ഖുൽ ഇബാദ് അലല്ലാഹ്. ഇത് രണ്ടും കൃത്യമായി അറിയുന്നത്, സൂക്ഷ്മമായി അറിയുന്നത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അവന്റെ അടിയാറുകളിൽ നിന്ന് കിട്ടേണ്ട ഹക്ക്, അടിയാറുകൾ അള്ളാഹുവിന് ചെയ്തു തീർക്കേണ്ട കടം, അതെന്ത്? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ മാത്രം ചെയ്യുമ്പോഴേ ഇബാദത്താകുള്ളൂ, അല്ലെങ്കിൽ ശിർക്കാകുക. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവന് മാത്രമായുള്ള ഇബാദത്തിനാണ് ഈ ഭൂലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചു വിട്ടത് തന്നെ. വലാ യുശ്രികൂ ബിഹി ശൈആ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത്. ഇതാണ് അടിയാറുകൾ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കേണ്ട, അവരുടെ മേലുള്ള കടമ അതാണ്, അള്ളാഹ്ക്ക് കിട്ടേണ്ട അവകാശം അതാണ്. വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. എന്നാൽ അടിയാറുകൾ ഈ കടമ നിറവേറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം, ആ അവകാശം അതെങ്ങനെയാ? ചില ജഹ്മികളായ ആളുകൾ പറയും, അത് നമ്മൾ ചെയ്ത പ്രവർത്തനം അള്ളാന്റെ പേരിൽ ഈജാബാക്കിയതാണ്. ഇല്ല, ലാ യൂജിബു അലല്ലാഹി ശൈ, ലാ യൂജിബു അലല്ലാഹി ശൈ. അള്ളാഹുവിന്റെ മേൽ ഈജാബാക്കാൻ ഒരു സൃഷ്ടിക്കും, അള്ളാന്റെ മേൽ നിയമമാക്കാൻ, അള്ളാന്റെ മേൽ കൽപ്പിക്കാൻ, അള്ളാന്റെ മേൽ ചുമത്താൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. മറിച്ച് ഔജബല്ലാഹു അലാ നഫ്സിഹി ഹാദാ, ഇത് അള്ളാഹ് തന്നെയാണ് അള്ളാന്റെ പേരിൽ ഒരു ഹക്കാക്കി വെച്ചത്. അവന്റെ അടിയാറുകളോട് കനിവ് കാണിക്കും, റഹ്മത്ത് ചെയ്യും എന്നുള്ളത് അടിയാറുകൾ അവന്റെ മേൽ ചുമത്തിയതല്ല. കാതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന്റെ മേൽ റഹ്മത്ത്, അടിയാറുകൾക്ക് റഹ്മത്ത് ചെയ്യണം എന്നുള്ളത് നിയമമാക്കിയത്. അതുകൊണ്ട് ഇതില് ജഹ്മിന്റെ അനുയായികൾ പറയുന്നത് പോലെ നമ്മുടെ അമലുകൾ, അത് നമ്മൾ ചെയ്തത് കൊണ്ട് നമ്മുടെ അമലുകളാണ് അള്ളാന്റെ മേൽ നിയമമാക്കിയത് എന്നത് ശരിയല്ല, അതിലവർ തെറ്റിപ്പോയവരാണ്. അതേ സന്ദർഭത്തിൽ അള്ളാന്റെ മേൽ അത് അള്ളാന്റെ മേൽ എന്ന് പറയാൻ തന്നെ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് സൂക്ഷിച്ച് അള്ള പറഞ്ഞത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിടത്തേക്കാണ് എത്തുക. ഇത് അള്ളാന്റെ മേലുള്ള ഹക്കാണ്. കാരണം അള്ള നിയോഗിച്ച റസൂലും അള്ളാന്റെയും കലിമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, അലാ നഫ്സിഹി, അള്ളാന്റെ മേൽ അള്ള വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന ഈ വിഷയത്തിൽ രണ്ടിന്റെയും മധ്യമാണ് വസത്ത്. അള്ളാഹുവിന്റെ മേലുള്ളതാണ്, പക്ഷെ അള്ളാന്റെ മേൽ അത് ബാധ്യതയാക്കിയത് അവന്റെ സൃഷ്ടികളല്ല, അവൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അവന്റെ മേൽ ആ ഹക്ക് വെച്ചത്. എന്താണ് അല്ലാഹു അവന്റെ മേൽ വെച്ചിരിക്കുന്ന ഹക്ക്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത ഒരുത്തനെയും ശിക്ഷിക്കുകയില്ല എന്ന്. അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കില്ല. അത് അള്ളാഹ് അവന്റെ അടിയാറുകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഹക്കാണ്, അള്ളാന്റെ മേൽ അവൻ തന്നെ ഹക്കാക്കി പ്രഖ്യാപിച്ചതാണ്. ഈ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ രണ്ടും കിട്ടി. ഒന്ന്, അള്ളാഹുവിനുള്ള ഹക്ക്, അടിമകൾ ചെയ്യേണ്ട ഹക്ക്, അതെന്താണ്? അതിന്റെ ഉത്തരം പറഞ്ഞു, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി, അള്ളാഹുവിനെ മാത്രമായി ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇത് അടിയാറുകൾ അള്ളാഹ്ക്ക് ചെയ്യേണ്ടത്. എന്നാൽ അടിയാറുകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ളത് എന്ന് അള്ളാഹ് അവന്റെ മേൽ ഹക്കാക്കി വെച്ചത് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനെ അവൻ ശിക്ഷിക്കില്ല എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ്, റസൂലേ
അള്ളാന്റെ റസൂലെ അഫലാ ഉബശ്ശിറുന്നാസ് അഅസ്കുതു ലാ ഉബശ്ശിറു അന്നാസ് എന്നാണ്. അഅസ്കുതു ലാ ഉബശ്ശിറുന്നാസ് അഅസ്കുതു ഫലാ ഉബശ്ശിറുന്നാസ്. ഇതാണ് അതിന്റെ ശരിയായ പൂർണ്ണ രൂപം. ഞാൻ മൗനം പാലിക്കുക, ഇതാരോടും ഈ സന്തോഷം ആരോടും പറയാതിരിക്കുകയാണോ വേണ്ടത് എന്നാണ് നേർക്കുന്നത്. ഇത്തരം വാക്കുകളാണ് ചുരുക്കിയിട്ട് കോമ്പാക്ട് ശൈലിയിൽ അഫലാ ഉബശ്ശിറുന്നാസ് എന്ന് പറയുന്നത്. അതിനെ ഹല്ല് ചെയ്താൽ ലുഗ നോക്കുന്ന ആൾക്കാർ നോക്കുക, എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? അസ്കുതു. ആക്ക് ശേഷം അസ്കുതു എന്നുള്ളത് അവിടെ മഹ്ദൂഫ് മുഖദ്ദർ. അസ്കുതു, ഞാൻ മൗനം പാലിക്കണമോ? ഫലാ ഉബശ്ശിറു, എന്നിട്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാതിരിക്കണമോ? അന്നാസ്. ഇതിനെയാണ് ചുരുക്കിയിട്ട് അഫലാ ഉബശ്ശിറുന്നാസ് എന്നാക്കുന്നത്. ഞാൻ അപ്പെന്തായിരിക്കും അർത്ഥം? ഞാനിത് ജനങ്ങൾക്ക്, ഈ സന്തോഷ വാർത്ത ജനങ്ങളോട് വിളിച്ചു പറയട്ടെ നബിയെ. അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ഒരാളെ അള്ളാഹ് ശിക്ഷിക്കൂല എന്ന് കേട്ടാൽ സ്വാഭാവികമായും അത് വരുത്തുന്ന സന്തോഷം വലുതാണ്. ഒരു മുഅ്മിൻ അള്ളാഹിനെ കുറിച്ച്, അവന്റെ ഖൽഖിനെ കുറിച്ച്, അവന്റെ സുന്നത്തുകളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, അവിടെ അള്ളാഹ് ചെയ്യുന്ന അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ച്, ശിക്ഷാരക്ഷകളെ കുറിച്ച് ഒക്കെ കേട്ടിട്ടുള്ള വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് കേട്ടാൽ മനസ്സുകൊണ്ട് തുള്ളിച്ചാടും, ഉറപ്പാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഉടനെ ചോദിക്കുന്നു, ഇത് ഞാൻ മൗനം പാലിക്കുകയാണോ അതോ ജനങ്ങളോട് ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാണോ വേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ ലാ തുബശ്ശിർഹും, ജനങ്ങളോട് ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയേണ്ടതില്ല. ഫയത്തക്കിലു, അങ്ങനെ പറഞ്ഞാലുള്ളൊരു പ്രശ്നം ഫയത്തക്കിലു, അവർക്ക് ഇത്തിക്കാല് വരും. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിൽ അവർ ഇത്തിക്കാല് നടത്തിയിട്ട് അമലിൽ നിന്ന് അവർ പിൻവാങ്ങിയേക്കും. അതാണ് അതിന്റെ അർത്ഥം. അൽ ഇത്തിക്കാലു അലാ സഅതി റഹ്മത്തില്ലാഹ്, അതിന്റെ തൊട്ടടുത്ത പടി എന്താന്ന് ചോദിച്ചാൽ അൽ അംനു മിൻ മക്രില്ലാഹ്. ഇതിലേക്ക് ജനങ്ങൾ പോകും. ആ കാര്യം വളരെ അൽ ഇത്തിക്കാൽ അലാ സഅതി റഹ്മത്തില്ലാഹ്. ഇത്തിക്കാൽ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക, അവലംബിക്കുക. ഏതിന്മേൽ? അല്ലാഹുവിന്റെ റഹ്മത്ത് അത്രയും വിശാലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അമലൊന്നും ചെയ്യേണ്ട, ശിർക്ക് ചെയ്യാതിരുന്നാൽ മതി എന്ന് തൗഹീദിനെ വികലമായി ധരിച്ച്, തൗഹീദ് എന്ന് പറയുമ്പോൾ അതിൽ അമലും കൂടി ചേർന്നതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അമലും കൂടി ചേർന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ജാനിബ് അത് മാത്രം അങ്ങോട്ട് ഉയർത്തിയിട്ട് തൗഹീദിന്റെ മുസമ്മയെ തെറ്റിദ്ധരിച്ച് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തിയെയും സമൃദ്ധിയെയും കുറിച്ച് കണക്കിലധികം കരുത്തിയിട്ട് അതിന്മേൽ ആശ്രയിച്ച് നിൽക്കും. ആ ആഴ്ചനാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച് അവൻ നിർഭയമായിരിക്കുകയും ചെയ്യും. ഇത് അള്ളാഹ് നമ്മളോട് താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തുബശ്ശിർഹും ഫയത്തക്കിലു. ഇതിന് വലിയൊരു പാടുണ്ട്. താഴെ നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഒരേ മാതിരിയല്ല, എല്ലാരോടും ഒരേ കാര്യം വിളിച്ചു പറയണമെന്നില്ല. സത്യാണെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് തഫാവുത്തോട് കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദും അലി ഇബ്നു അബീ ത്വാലിബും ഒക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദും അലി ഇബ്നു അബീ ത്വാലിബും ഈ കാര്യം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ എന്നുള്ളത്. ഈ അഖ്റജാഹു ഫി സ്വഹീഹൈൻ, ഇത് റിവായത്ത് ചെയ്തിട്ടുള്ളത് അഖ്റജാ, അവർ രണ്ടുപേരും ബുഖാരിയാണ്. ബുഖാരി പറഞ്ഞ അബു അബ്ദില്ലാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു ബർദിസ്ബ അൽ ജുഅഫിയു മൗലാഹും അൽ ബുഖാരി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരതാ, ഓർക്ക് എളുപ്പമാണ്. അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം ഇബ്നു ബർദിസ്ബ അൽ ജുഅഫി മൗലാഹും അൽ ബുഖാരി റഹിമഹുല്ലാഹ്. രണ്ടാമത്തേത് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അബുൽ ഹുസൈൻ അൽ ഖുശൈരി റഹിമഹുല്ലാഹ്. ഇവർ രണ്ടുപേരും ഹദീസിന്റെ കൂട്ടത്തിൽ ശൈഖാനി അവരാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് റിവായത്ത് ചെയ്തിട്ടുള്ളതാണ് ഈ ഹദീസ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. മരണകാരണമായ രോഗവേളയിൽ വസിയ്യത്ത് എഴുതിത്തരാമെന്ന് പറഞ്ഞത് ഇത് സ്ഥാപിക്കാൻ ഉതകുമോ? നബി ഉമ്മിയല്ല എന്ന് വാദിക്കുന്നവർ തന്നെ എന്താണ് പറയാറ്? നബി ആദ്യം ഉമ്മിയായിരുന്നു, അല്ലാന്നു ആണെന്ന് പറയുന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായിട്ടാണ് വളർന്നത്, ഉമ്മിയായിട്ടാണ് ജീവിച്ചത്. പിന്നെ അവസാന കാലത്ത് വഹ്യ് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമായ കാര്യങ്ങൾ എഴുതാനുള്ളത് അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഈ തർക്കണ്ടല്ലോ, ചിലര് നബി ഉമ്മിയാണ് എന്ന് പറഞ്ഞിട്ട് നബി അവസാനം എഴുതിയിരുന്നു, നബിക്ക് എഴുത്തറിയുമായിരുന്നു എന്നത് നിഷേധിക്കുന്നിടത്തേക്ക് പോകും. അതിന്റെ കാര്യമല്ല, നബി തന്നെ എഴുതിയതായിട്ട് നമുക്ക് ആസാറുകളിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ അത് നബി എഴുത്തും വായനയും പഠിച്ച് അക്കാദമിക യോഗ്യത ഉണ്ടായ ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എഴുത്തും വായനയും പഠിച്ചു വളർന്നതല്ല. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ശേഷം അല്ലാഹ് പ്രത്യേകം ആവശ്യത്തിന് പ്രത്യേകമായി പഠിപ്പിച്ചതല്ലാത്ത അക്ഷരാഭ്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിട്ടില്ല. അതുകൊണ്ടാണ് ഉമ്മി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത് നബി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഇത് മാത്രമല്ല, വേറെയും സംഭവങ്ങളിൽ നബി അത്തുബുലക്കും എന്നുള്ളതിൽ നിന്ന് നബി തന്നെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വേറെയും തെളിഞ്ഞു വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത്രയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിലുള്ള മസായിലുകളുണ്ട്. മസായിലുകളിൽ ഇതിന്റെ ഫവായിദുകൾ ഈ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലുടെയും ഫവായിദുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ളതാണ് താഴെ കൊടുക്കുന്നത്. വബിഹാദിൽ ഖദ്രി യക്തഫിൽ യൗം വസ്സലുല്ലാഹിൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യജ്അലനാ ജമീഅൻ മിൻ സുഅദാഇദ് ദുനിയ വൽ ആഖിറ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.